ഹലോ മക്കളെ, ന്യൂട്ടൺസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഉനൈസ് സാറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു 4 ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അരച്ച് കലക്കി കുടിക്കാൻ പോവാണ്. ഓക്കെ, ഏതൊക്കെയാണ് ആ ചാപ്റ്റർ എന്ന് അറിയോ? ഒന്ന് സെറ്റ്സ് ആണ്, ഈസി ആയിട്ടൊരു ചാപ്റ്റർ അല്ലേ. ദെൻ ലീനിയർ ആണ്, ദെൻ അതുപോലെ തന്നെ ബൈനോമിയൽ തിയറം ഉണ്ട്, ദെൻ ഇൻട്രൊഡക്ഷൻ ടു 3D ജിയോമെട്രി ഉണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. ഇത് പഠിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകളെല്ലാം നമ്മളിപ്പോൾ ഇതിലൊന്ന് ഓടിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഏത് ചാപ്റ്ററിൽ നമുക്ക് തുടങ്ങാം? ഈസി ആയിട്ടുള്ള നമ്മുടെ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെറ്റിനെ അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് സെറ്റ് ബിൽഡർ ഫോമും ഉണ്ട്, അതുപോലെ തന്നെ റോസ്റ്റർ ഫോമും ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് പോവാം. അപ്പോൾ ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദി ഫോളോയിങ് സെറ്റ്സ് ഇൻ ദി റോസ്റ്റർ ഫോമാണ്. അപ്പോൾ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തന്നേക്കുന്നത് ഏതാടാ? നമുക്ക് തന്നേക്കുന്നത് ഇതായിട്ടാണ് തന്നേക്കുന്നത്, -3 < x <7. അപ്പോൾ ഇതിനെ എനിക്ക് റോസ്റ്റർ ഫോമിൽ എഴുതണം. എങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുക? റോസ്റ്റർ ഫോമിൽ എഴുതാൻ വേറെ ഒന്നും ചെയ്യാനില്ല, നേരെ ഒരു കേർലി ബ്രാക്കറ്റ് ഇടാം. എന്താണ്? കേർലി ബ്രാക്കറ്റ് ഇടാം. അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് എവിടെ നിന്നാണ്? -3 < അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങണം? -3 < അപ്പോൾ എന്താണ്? ഈക്വൽ ടു സിമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ആരെ ഇൻക്ലൂഡ് ചെയ്യണം? -3 ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ആരൊക്കെ വരും? -3 കഴിഞ്ഞാൽ പിന്നെ വരാരാ? -2, -1, 0, 1, 2. സോ ഇവിടെ ഞാൻ നേരത്തെ ഇട്ടു പോയി അല്ലേ. ദെൻ അടുത്തത് 3, 4, 5, 6, 7 എടുക്കാൻ പറ്റുമോ? 7 എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? 7ൻ്റെ അവിടെ ഈക്വൽ ടു സിമ്പിൾ ഇല്ല. അപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എടുക്കാൻ പറ്റും, -3 എടുക്കാൻ പറ്റും. കാരണം എന്തായിരുന്നു? നെഗറ്റീവ് അവിടെ ഈക്വൽ ടു സിമ്പിൾ ഉണ്ടായിരുന്നു അല്ലേ. -3യുടെ അവിടെ ഈക്വൽ ടു സിമ്പിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവനെ ഇൻക്ലൂഡ് ചെയ്തത്. ഈക്വൽ ടു സിമ്പിൾ ഇല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇത് ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇൻറ്റീജർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഓരോരുത്തരെയും എടുത്ത് എഴുതാം കേട്ടോ. റിയൽ നമ്പർ ആയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് നേരെ ആൻസർ ചെയ്ത് പോകുമായിരുന്നു. കാരണം എന്താ? ബ്രാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ പഠിക്കില്ല. അത് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻറ്റീജർ എന്നാണെങ്കിൽ ഇതേപോലെ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓരോരുത്തരെയും എടുത്തെടുത്ത് എഴുതി പോകണം. അടുത്തത് ആരാ നമുക്ക് തന്നേക്കുന്നത്? ഇ ആണല്ലേ. ഇ എന്ന് പറഞ്ഞാൽ എന്താടാ? ബെറ്റർ എന്ന് പറയുന്നതിലെ എല്ലാ ലെറ്റേഴ്സും എനിക്ക് സെറ്റായിട്ട് എഴുതണം. നമ്മൾ കേർലി ബ്രാക്കറ്റ് ഇടുന്നു. ബെറ്ററിൽ ആരൊക്കെ ഉണ്ടോ? ബി ഉണ്ട്, ഇ ഉണ്ട്, ടി 2 പ്രാവശ്യമുണ്ട്. 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. ദെൻ അത് കഴിഞ്ഞിട്ട് ആരാ? വീണ്ടും ഇ ഉണ്ട്. ഈ ഓൾറെഡി നമ്മൾ എഴുതിയതല്ലേ, അപ്പോൾ അവനെ വേണ്ട. പിന്നെ ആരുണ്ട്? ആറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റല്ലേ? അപ്പോൾ കൂടുതലായിട്ടൊന്നും ആലോചിക്കണ്ട കേട്ടോ. 2ൽ 1ൽ കൂടുതലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം എടുക്കുക. ഇത്രയേ ഉള്ളൂ. സെറ്റല്ലേ? ദേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്തത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. എന്താണ് സെറ്റ് ബിൽഡർ ഫോമിൽ? അതെങ്ങനെ എഴുതുക? നമുക്ക് തൊട്ട് മുമ്പ് തന്നില്ലടാ. ഇതേപോലെയൊക്കെ തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് എഴുതുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ ഒന്ന് മാറ്റണം. അപ്പോൾ അതിന് മുമ്പ് ഇവന്മാരെന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഇതിലെ ബന്ധം? 3, 6, 9, 12 ആണ്. അപ്പോൾ ഫസ്റ്റ് കേസ് ഞാൻ എടുക്കുകയാണ്. 3, 6, 9, 12. 3 എന്ന് പറഞ്ഞാൽ ആരാ? 3 × 1 ആണ് അല്ലേ. അടുത്തത് ആരാ? 6 എന്ന് പറഞ്ഞാൽ ആരാ? 3 × 2 ആണ്. അപ്പം 9 ഓ? 3 × 3 ആണ്. അടുത്തതോ? 3 × 4 ആണ്. ഇതല്ലേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മൾട്ടിപ്പിൾസ് ഓഫ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 3. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടീഷൻ കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് എഴുതണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ ചെയ്യാമെന്നറിയോ? എക്സ് ആദ്യം എഴുതാം. എന്താണ്? എക്സ് ആദ്യം എഴുതാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, എക്സിന് നമുക്ക് ഒരു ഡിഫൈൻ ചെയ്യണ്ടേ. എങ്ങനെയാണ്? ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ട് കിടക്കുന്ന ആരടാ? 3 കോമൺ അല്ലേ. അപ്പോൾ 3നെ ഞാൻ അതുപോലെ അങ്ങ് എഴുതി. ക്ലിയർ? തൊട്ട് റൈറ്റ് സൈഡിൽ 1, 2, 3, 4. അപ്പോൾ ഈ 1, 2, 3, 4 വരുന്ന സ്ഥലമില്ലേ, അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് കൊടുക്കുക. ഒറ്റയടിക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3. അത് കഴിഞ്ഞിട്ട് എൻ എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് ഡിഫൈൻ ചെയ്യണ്ടേ. എന്നിൻ്റെ വാല്യൂസ് ഇവിടെ ഏതൊക്കെയാണോ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 1 < n < 4. ഇങ്ങനെ എഴുതിയാലും മതി. ഏത് എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ ഐഡിയ കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ പരിപാടി. ഞാൻ അടുത്തതിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് വൺ ഏതാടാ? 2, 4, 8, 16, 32. 2ന്റെ മൾട്ടിപ്പിൾ ആണോ? 2ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10 അങ്ങനെയാണ് വരാം. പക്ഷെ ഇത് മൾട്ടിപ്പിൾസ് അല്ല, പകരം എന്താ? സ്ക്വയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 2^1. 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 2². ദെൻ 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 2³ 16 എന്ന് പറഞ്ഞാൽ എന്താ? 2^4. അടുത്തത് 32 എന്ന് പറഞ്ഞാൽ എന്താ?
2⁵. ഐഡിയ കിട്ടിയ? അപ്പോൾ ഈ ഒരു സ്ക്വയറിന്റെ ഐഡിയ എപ്പോഴും മനസ്സിൽ വരണം കേട്ടോ. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതി തുടങ്ങാടാ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് അറിയാം എല്ലാത്തിലും കോമൺ ആയിട്ട് 2 കോമൺ ആണ് അല്ലേ? അപ്പോൾ 2 ഞാൻ എഴുതി. ഇതിൻ്റെ മുകളിലാണ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? 2ന്റെ റേസ് ടു പവറിലാണ് ചേഞ്ച് വരുന്നത് 1 2 3. അപ്പോൾ അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? n ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം പവേഴ്സ് ഓഫ് 2, എക്സ് ഈസ് ദ പവേഴ്സ് ഓഫ് 2, അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അതിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഡിഫൈൻ ചെയ്യണ്ടേ? എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 4 5. ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇതിൽ ഏതുവാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇതിൽ ഏതാണോ മക്കൾക്ക് കൂടുതൽ കംഫർട്ട് അത് നിങ്ങൾക്ക് എടുക്കാം. സെറ്റ് അല്ലേ? സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ്. എല്ലാ സബ്സെറ്റുകളും എഴുതാന്നുള്ളത്. അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ടും കൂടി പഠിപ്പിച്ചു തരാം കേട്ടോ. ഒരു സെറ്റിൻ്റെ അകത്ത് n എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ്? ഒരു സെറ്റിൻ്റെ അകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്പർ ഓഫ് സബ്സെറ്റുകൾ എന്ന് പറയുന്നത് 2⁻n ആയിരിക്കും. എന്തായിരിക്കും? 2⁻n ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എത്ര ഉണ്ടാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ 1 2 3 എത്ര ഉണ്ട്? 3 ആണ്. അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2⁻3 ആണ്. അപ്പോൾ ഏതൊക്കെ വരൂടാ? 2⁻3 എന്ന് പറഞ്ഞാൽ 8 എണ്ണം നമുക്ക് കിട്ടണം. അപ്പോൾ എപ്പോഴും ഒരു സബ്സെറ്റിൽ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ആരാന്നറിയോ? നള്ള്. ഇവൻ എപ്പോഴും ആരെടുത്താലും സബ്സെറ്റിൽ അവനുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പം നള്ള് എപ്പോഴും എഴുതിയിട്ട് വേണം തുടങ്ങാൻ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നള്ളെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തവൻ, അവൻ എപ്പോഴും കൂടി ഉണ്ടാവണം. ദെൻ ഓരോരുത്തരായിട്ട് നമുക്ക് എടുക്കാം. ആരൊക്കെ വരും? 1 വരും, പിന്നെ ആര് വരും? 2 വരും, പിന്നെ ആര് വരൂടാ? 3 വരും. ഓക്കെ അല്ലേ? ഇനി ആരെടുക്കാം? അപ്പം ഒന്നുമില്ലാത്തവനെടുത്തു, ഓരോരുത്തരെടുത്തു. ഇനി ആരാ? 2 പേരെ എടുക്കാം. അപ്പം നമുക്ക് ആരെയൊക്കെ എടുക്കാം? 1,2 എടുക്കാം. പിന്നെ ആരെടുക്കാം? 1,3 എടുക്കാം. പിന്നെ ആരെടുക്കാം? 2,3 എടുക്കാം. എടുത്തൂടെ? 1 3 1 2 2 3. അപ്പം 2 പേരുടെയും കഴിഞ്ഞു. ഇനി ആരാ ഉള്ളത്? ഇനി 3 പേരുടെയും കൂടി ഉള്ളവരുണ്ടല്ലേ? അപ്പം അവനെയും കൂടി എടുക്കുക. അപ്പം എന്ത് വരും? 1 2 3. അപ്പം എപ്പോഴും ഈ ഒരു ഓർഡറിൽ അങ്ങ് എടുത്തു പോയാൽ മതി. അതിനുള്ള പിന്നെ ഓരോരുത്തർ, പിന്നെ 2 പേര്, പിന്നെ 3 പേരാണെങ്കിൽ അങ്ങനെ. ഓക്കെ അല്ലേ? ഇപ്പം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1 2 3 4 5 6 7 8. അമ്പോ കറക്റ്റ് ആണല്ലോ. കറക്റ്റായിട്ട് കിട്ടിയല്ലേ? സോ ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഇൻ്റർവെല്ലിലേക്ക് പോകാനായിട്ട്, ഞാൻ ഇൻ്റർവെല്ല് കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവെല്ല് കാണേണ്ട ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ ഇവിടെ -4 ലെസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നേക്കുന്നത് ആരടാ? -4 ഉണ്ട്, 6 ഉണ്ട്. ഞാൻ എപ്പോഴും ഏതൊരാളെ കിട്ടിയാലും നമ്മൾ ഇതേപോലെ കോമിട്ട് എഴുതാം. -4 ഉണ്ട്, 6 ഉണ്ട്, 2 കാര്യം കോമിട്ട് എഴുതാം. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു സിമ്പിൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കുക? ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? അവിടെ എന്താണ്? 4ന്റെ അവിടെ എന്തുണ്ട്? ഈക്വൽ ടു സിമ്പിൾ ഇല്ല. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റാ. പക്ഷെ ഇവിടെ വരുമ്പോൾ അവിടെ എന്തുണ്ട്? ഈക്വൽ ടു സിമ്പിൾ ഉണ്ട്. ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഐഡിയ കിട്ടിയാ? ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? ദെൻ അടുത്തതും കൂടി നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? അടുത്തതും ദേ -12 -10. ഞാൻ ആദ്യമേ തന്നെ അങ്ങ് എഴുതി -12, 10. അത് ആദ്യം എഴുതണമെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും ഈക്വൽ ടു സിമ്പിൾ ഇല്ല, ഇവിടെയും ഈക്വൽ ടു സിമ്പിൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 സൈഡിലും ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ ഇൻ്റർവെല്ല് കാണണം കേട്ടോ. ദെൻ അടുത്ത പരിപാടി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിനെ സെറ്റ് ബിൽഡർ. തൊട്ടുമുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നില്ലേ? ഇതായിരുന്നു നമ്മളുടെ എന്തെന്ന് പറയാടാ? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റേ ഇൻ്റർവെല്ലിനെ മാറ്റണം. അതാണ് നമ്മളുടെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ. അതൊരിക്കലും മാറണ്ട, അത് എപ്പോഴും അങ്ങനെ തന്നെ കിടന്നോട്ടെ. വേർ. ഇനിയാണ് നമ്മളുടെ പരിപാടി ആരൊക്കെയാ? എക്സ് എന്ന് പറയുന്നത് ആരൊക്കെയാടാ? ഇവിടെ -3യും ഇവിടെ 0യും ആണ്. അത് നമുക്ക് എഴുതി കൊടുക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ലോ. ഇനി ഇവർ 2 സ്ഥലത്തും എന്താണ്? ഓപ്പൺ ഇൻ്റർവെല്ല. ഓപ്പൺ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദേ ഇട്ട് കൊടുക്കുക. വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യണോ? വേറെ ഒന്നും ചെയ്യണ്ട. ഈക്വൽ ടു സിമ്പിൾ ഒന്നുമില്ല. ലെസ് ദാൻ നേരം ഇട്ട് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ലോ. ഈക്വൽ ടു അവിടെ നമ്മൾ നോക്കേണ്ടത് ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ ഈക്വൽ ടു സിമ്പിൾ വന്നേനെ. പക്ഷെ 2 ഓപ്പൺ ആണെങ്കിൽ അവിടെ എന്തിടാ? ഈക്വൽ ടു സിമ്പിൾ ഇല്ല. സെറ്റ് അല്ലേ? ദേ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഇതുപോലെ നമ്മൾ എഴുതും. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ. അതും ഞാൻ അങ്ങ് എഴുതി. ഇതെല്ലാത്തിലും കോമൺ അല്ലേ? അത് അങ്ങ് എഴുതി. ഇനി അടുത്ത് നമ്മൾ എടുക്കുക. അതെ 6 എടുത്തു, എക്സ് എടുത്തു, പിന്നെ ആരാ?
12 അതിനെ ഞാൻ എടുത്തു, ഞാൻ വാല്യൂസ് ഒക്കെ എഴുതി വെച്ച്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ലെസ് ദാൻ ആണോ എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നോക്കുമ്പോൾ രണ്ടുപേർക്കും ക്ലോസ്ഡ് ആണ്. എന്താണ്? രണ്ടുപേർക്കും ക്ലോസ്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ അങ്ങ് എഴുതാം, അത് എല്ലാത്തിലും സെയിമാ. ഇനി രണ്ടും ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? ഒരു ഈക്വൽ ടു സിമ്പിളും കൂടി ഇട്ട് കൊടുക്കാം. ക്ലിയർ? അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ടു സിമ്പിൾ ഇല്ല. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ അവിടെ എന്തിട്ട് കൊടുക്കുക? ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കുക. സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് ഇതിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ സബ്സെറ്റുകളാണ് ആരെന്ന് പറയുന്നത്? എയും ബിയും സി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കാം. ഏറ്റവും ആദ്യം പറയുന്നത് ആരാ? എ കോംപ്ലിമെൻ്റ് ആണ്. ആരാണ്? എ കോംപ്ലിമെന്റ്. എന്താ ഈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ പരിപാടി ഒന്നുമല്ല. എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഇല്ലേ, അവൻ ഒഴിച്ച് ബാക്കിയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എ കോംപ്ലിമെന്റ് എന്ന് പറയാം. ക്ലിയർ? അവൻ ഒഴിച്ച് ബാക്കിയുള്ളവർ. അപ്പൊ ഇതാരാ? എയിൽ 1 2 3 4 ഉണ്ട്. അപ്പൊ എ കോംപ്ലിമെന്റിൽ അവൻ വേണോ? അവർ ഒഴിച്ച് ബാക്കിയുള്ളവർ അല്ലേ? അപ്പൊ അത് ആരൊക്കെയാണോ? 1 2 3 4 ഒഴിച്ച് നിർത്തിയാൽ ബാക്കി ആരൊക്കെ വരും യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന്? 5 6 7 8 9. ഇത്രയുള്ള പരിപാടി. ഓക്കെ, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. അടുത്ത് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് ആരാ? എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റാ. അപ്പൊ നമുക്ക് ആദ്യം എ യൂണിയൻ സി കണ്ടുപിടിക്കാം. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ആര് വരും? എ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. ദെൻ അടുത്തത് സി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ആര് വരൂടാ? 3 4 5 6 ആണ്. ഇതല്ലേ? ഇവർ രണ്ടുപേരെ നമ്മൾ ഒരുമിച്ചാക്കാൻ പോവാ. ഒരുമിച്ചാക്കുകയാണ്. ഇപ്പം എന്ത് വരൂടാ? 1 2 3 4 ആദ്യമേ നമുക്ക് അങ്ങ് എഴുതി വെക്കാം. ഇവിടെയും അടുത്തതിലും 3 4 ഉണ്ടല്ലോ, എഴുതണോ? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് രണ്ട് സ്ഥലത്ത് ഒരുപോലെ ഉണ്ടെങ്കിൽ അവരെ വേണ്ട, അവർ ഒഴിച്ച് ബാക്കിയുള്ളവരെ എഴുതിയാൽ മതി. 3 4 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവരെ വേണ്ട. 5 6 കൊടുക്കാം. അപ്പം ഇതാണ് എ യൂണിയൻ സി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് അവൻ്റെ കോംപ്ലിമെന്റാ. അപ്പോൾ അതേ പിടിച്ചോ, എ യൂണിയൻ സി ഓൾ കോംപ്ലിമെന്റ്. അപ്പം എന്ത് വന്നാൽ മതി? അവർ ഒഴിച്ച് ബാക്കിയുള്ളവർ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 1 2 3 4 5 6 ഇല്ലേ, അവരങ്ങോട്ട് ഒഴിവാക്കാം. അപ്പോൾ ബാക്കി ആരൊക്കെ വരും? ബാക്കി വരണത് 7 8 9. ആൻസറായി. 1 2 3 4 5 6 ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് ആരാ? 7 8 9. ഇത്രേ ഉള്ളൂ. അടുത്തത് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അടുത്തത് നമ്മൾ ചെയ്യാണ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റാ. അപ്പൊ നമ്മൾ ആദ്യം ആരെ ചെയ്യണം? എ യൂണിയൻ ബിനെ ചെയ്യണം അല്ലേ? അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആ. ഞാൻ ആദ്യമേ അങ്ങ് എഴുതുന്നു 1 2 3 4. ദെൻ യൂണിയൻ ബി ആണ്. ബി എന്ന് പറഞ്ഞ സെറ്റിൽ 2 4 6 8 ആ. അതിൽ ഓൾറെഡി 2 അവിടെ കിടക്കണല്ലേ, 4ഉം ഓൾറെഡി നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരെ എഴുതിയാൽ പോരെ. ബാക്കിയുള്ളത് ആരൊക്കെയാ? 6 8. ഇനി ഇവന്റെ കോംപ്ലിമെന്റ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ എന്തായിരിക്കും കോംപ്ലിമെന്റ് വരാം? കോംപ്ലിമെന്റ് വരാമെന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് 1 2 3 4 6 8 ആണെങ്കിൽ അവർ ഒഴിച്ച് നിർത്തിയവർ. അതാരൊക്കെയാടാ? 1 2 3 4 വരെ അതിലുണ്ട്. അപ്പോൾ അവൻ ഒഴിച്ച് പിന്നെ ബാക്കി ആര് വരും? അവിടെ 5 വരുന്നുണ്ട് അല്ലേ? 6 ഉണ്ട്, 7 ഇല്ല, അപ്പോൾ 7 എടുക്കാം. പിന്നെ ആര് വരും? 8 ഉണ്ട്, അപ്പോൾ ബാക്കി അവിടെ ആരടാ? 9. അപ്പോൾ അവർ ഒഴിച്ച് ബാക്കിയുള്ളവരെ നമ്മൾ എടുത്തു. ഇതാണ് ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. സെറ്റ് അല്ലേ? ദെൻ അടുത്തത് പിടിച്ചോ. അടുത്തതാണ് നമ്മളുടെ എ കോംപ്ലിമെന്റ്. ഇതെന്റെ ആൻസർ എന്ത് വരും? ഭയങ്കര വലിയ പാടൊന്നുമല്ല കേട്ടോ. ഒരു സാധനത്തിന് കോംപ്ലിമെന്റ് പിന്നെയും കോംപ്ലിമെന്റ് വന്നാൽ അവന്മാർ കട്ടായി പോകും. ആ ഒരു രീതിയിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്താണ്? ഒരു സാധനത്തിന് കോംപ്ലിമെന്റ് വന്നു, പിന്നെയും കോംപ്ലിമെന്റ് ആണെങ്കിൽ അവർ തമ്മിൽ എന്തായി പൊക്കോളും? കട്ടായി പൊക്കോളും. അപ്പൊ ആൻസർ എന്ത് തന്നെ വരും? എ തന്നെ വരും. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണ് മക്കൾ പറയും ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ത് വരും? കോംപ്ലിമെന്റും കട്ടായി പോയി. ബാക്കി അവിടെ ആൻസർ എന്ത് വരും? ബി വരും. ഇത്രേ ഉള്ളൂ. സെറ്റ് അല്ലേ? ദെൻ അടുത്തത് ലാസ്റ്റ് വൺ ആണ്, ഇമ്പോർട്ടൻ്റ് ആട്ടോ. ലാസ്റ്റ് വൺ ബി മൈനസ് സി നമുക്ക് ആദ്യം ചെയ്യാം. അപ്പൊ എന്താണ് ഈ ബി മൈനസ് സി എന്ന് അറിയോ? ആദ്യം നമുക്ക് ബിനെ എഴുതാം. ബി അല്ലേ ആദ്യം കിടക്കുന്നത്. അപ്പൊ 2 4 6 8 ആണ്. 2 4 6 8 ആണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ആരെ കട്ട് ചെയ്യണം? ബീനെ നമ്മൾ എടുത്തു, അതിൽ നിന്ന് സിയിലുള്ളവരെയൊക്കെ മൈനസ് ചെയ്യണം. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് സിയിലും കൂടി ഉള്ളത് ആരൊക്കെയാ? 4 ഉണ്ട്, 5 ഉണ്ട്, 3 4 5 6 ആ. അതിൽ 4 നമുക്ക് കട്ട് ചെയ്ത് കളയാം, 6നെ നമുക്ക് എന്ത് ചെയ്ത് കളയാം? കട്ട് ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എന്ത് വരും മക്കളെ? 2,8. സെറ്റ് അല്ലേ? അപ്പൊ ബി മൈനസ് എന്ന് പറഞ്ഞാൽ ബീനെ എടുക്കാം, എന്നിട്ട് രണ്ടിലും കോമൺ ഉള്ളവർ അതിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇത്ര ഉള്ളു പരിപാടി. സോ അപ്പോൾ നമുക്ക് ആരെ കിട്ടി? രണ്ടിലും കോമൺ ഉള്ള 4നെയും 6നെയും കട്ട് ചെയ്തപ്പോൾ 2,8 കിട്ടി. ഇവന്റെ കോംപ്ലിമെന്റിനെ കണ്ടുപിടിക്കണം. സോ ബി മൈനസ് സി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരും? ആൻസർ വരാൻ വേറെ ഒന്നുമല്ല, ഈ 2,8 ഒഴിച്ച് നിർത്തി ബാക്കിയുള്ളവർ ആരൊക്കെ ഉണ്ടാ? 1 3 4 5 6 7 8 ഇല്ല 9.
ആൻസറായി. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ കോംപ്ലിമെന്റ് സെറ്റ് ആയില്ലേ? എങ്ങനെയാണ് യൂണിയൻ കണ്ടുപിടിക്കണേന്ന് കിട്ടിയില്ലേ? അതുപോലെ ഇന്റർസെക്ഷൻ ഉണ്ട്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ വലുതൊന്നും അല്ലടാ, രണ്ടിലും കോമൺ ആയിട്ടുള്ളവർ. അതാണ് ഈ ബി മൈനസ് സിയുടെ ശരിക്കുള്ള എക്സ്പ്ലനേഷൻ. അതാ ബി ആദ്യം എടുക്കുക, അതിൽ നിന്നും രണ്ടിലും കോമൺ ആയിട്ടുള്ള, അതായത് ബി ഇന്റർസെക്ഷൻ സീനെ മൈനസ് ചെയ്ത് കളയുക. ഇത്രേ ഉള്ളൂ. സെറ്റല്ലേ? ഇതാണ് സംഭവം. ദേ ഇനി നമുക്ക് ഒരു മെയിൻ സാധനം, എല്ലാ പ്രാവശ്യത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ, നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ട് പോയാൽ മതി, ഇതേ ചോദിക്കുകയുള്ളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഉറപ്പിച്ച് നമുക്കത് പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യനാണ്. സോ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ എടുക്കുക? എ യൂണിയൻ ബി കോംപ്ലിമെന്റാ. അപ്പോൾ നമുക്ക് ആദ്യം ആരെ ചെയ്യണം? എ യൂണിയൻ ബീനെ ചെയ്യണം. ആര് ചെയ്യണം? എ യൂണിയൻ ബീനെ ചെയ്യണം. സോ ഇത് നമുക്ക് എടുക്കാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ആര് വരൂടാ? എ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 ആണ്. ദെൻ അതിൽ അവന്മാരെ മിക്സ് ചെയ്യുക. അതാർക്ക് കൂടി വരും? 2, 4, 6, 8 യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2, 3, 5, 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? രണ്ടുപേരെയും കോമൺ എടുക്കുക. രണ്ടുപേരും ഒരുമിച്ചാക്കുക. ഒരുമിച്ച് എടുക്കുമ്പോൾ ഏതൊക്കെ വരൂടാ? 2 രണ്ടിലും കോമൺ ആണ്, അപ്പോൾ ഒരു പ്രാവശ്യം എടുക്കുക. പിന്നെ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ദേ എല്ലാവരും എടുത്തില്ലേ? രണ്ടിലും കോമൺ ആയിട്ട് രണ്ടിലും ഒരുമിച്ചുള്ള രണ്ടുപേരെ ഒരുമിച്ച് അങ്ങ് ആക്കിയിട്ടുണ്ട്, എഴുതി അങ്ങ് സെറ്റാക്കി. ഇനി നമുക്ക് എന്ത് വേണം? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് വേണം. അപ്പം നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആരാ? 1 തൊട്ടിട്ട് 9 വരെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എ യൂണിയൻ ബി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇവർ ഒഴിച്ച് ബാക്കിയുള്ളവർ. അപ്പോൾ അവർ ഒഴിച്ച് ബാക്കി പിന്നെ അവിടെ ആരേ ഉള്ളൂ? ഇവിടെ 1 എടുക്കാം, പിന്നെ നമുക്ക് എടുക്കാം. ബാക്കി എല്ലാവരും വന്നു 9 ഉണ്ട് അല്ലേ? അപ്പോൾ അതെ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരായി? 1 കോമൺ 9 ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ളവരെ കണ്ടുപിടിച്ച് നോക്കാം. ദെൻ എ കോംപ്ലിമെന്റ്. എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? എ ഒഴിച്ച് ബാക്കിയുള്ളവരല്ലേ? അപ്പോൾ എയിൽ 2, 4, 6, 8 ആ. അവർ ബാക്കി ഒഴിച്ച് ബാക്കി ആരൊക്കെ ഉണ്ടാ? 1, 3, 5, 7, 9. എ കോംപ്ലിമെന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഇതിപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആട്ടോ. ദെൻ അടുത്തത് ആരെ കണ്ടുപിടിക്കുക? ബി കോംപ്ലിമെന്റിനെ കണ്ടുപിടിക്കുക. ബിയിൽ ഒഴിച്ച് ബാക്കിയുള്ളവർ 2, 3, 5, 7 ആണ് ബി. അവർ ഒഴിച്ച് ബാക്കിയുള്ളവർ അതാരൊക്കെയാടാ? 1 എടുക്കാൻ പറ്റും, 2, 3 എടുക്കാൻ പറ്റില്ല, 4 എടുക്കാം, 5 ഓൾറെഡി വന്നു പോയി, 6 എടുക്കാം, 8 എടുക്കാം, 9 എടുക്കാം. അതുമായി ഇനിയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് സാധനം ആരാണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയിട്ടുള്ളവർ, അതാണ് ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, രണ്ടിലും കോമൺ ആയിട്ടുള്ളവർ ആരൊക്കെയാ? രണ്ടിലും കോമൺ ആയിട്ട് ഇവിടെ രണ്ടിലും 1 ഉണ്ട്, അപ്പോൾ 1 എടുക്കുക. പിന്നെ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? 9 എടുക്കുക. അപ്പം മക്കൾ നോക്കിയടാ, നമുക്ക് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കിട്ടിയതാരാ? 1, 9 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു തന്നെയല്ലേ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ പരിപാടി. ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ചോദിക്കാമെന്നറിയോ? ഇതിങ്ങനെ ചോദിക്കും: എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതായിരിക്കും പിന്നെ ചോദിക്കാൻ പോണേ. ഇതിൽ ഒരെണ്ണം ഉറപ്പാ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ട് മാറ്റി തന്നെയാണ് എല്ലാ പ്രാവശ്യം ചോദിക്കുക. 2024 ചോദിച്ചിട്ടുണ്ട്, 2023 ചോദിച്ചിട്ടുണ്ട്. ഉറപ്പിച്ചു, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത്രയും ഉറപ്പ് എഴുതി ഒപ്പിട്ട് തരാം. അതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന കോൺഫിഡൻസ്. ഓക്കെ അല്ലേ? സോ ഇനി ഇത് ഈ 2 ലോയും പഠിച്ചു നോക്കണം കേട്ടോ. സോ ഇവിടെയാണ് നമുക്ക് ഇവന്മാരെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ആ ഫോർമുലകൾ ഞാൻ ഒന്നും കൂടി ഇവിടെ എടുത്ത് എഴുതാണ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് എടുക്കുക. ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് എന്തായിരിക്കും? ഇന്റർസെക്ഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? ദെൻ അടുത്തത് നമുക്ക് പഠിക്കാലോ. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. അപ്പൊ എന്തായിരിക്കും വരാ? എ കോംപ്ലിമെന്റും ഉണ്ട്, ബി കോംപ്ലിമെന്റും ഉണ്ട്. ഇവിടെ ഇന്റർസെക്ഷൻ അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് എന്തായിരിക്കും? യൂണിയൻ ആയിരിക്കും. അപ്പൊ ആരെങ്കിലും ഒരാളെ പഠിച്ചാൽ മതി. ഒരാളുടെ വെൻ ഡയഗ്രം പഠിച്ചു കഴിഞ്ഞാൽ മറ്റാളെയും പഠിക്കാൻ പറ്റൂലേ? ഈസി അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? എ യൂണിയൻ ബിയുടെ പഠിക്കാം. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം എങ്ങനെയാ വരാ? ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു റെക്റ്റാങ്കിൾ വരക്കാം. ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യണതാണ്. അതായത് എല്ലാം കൂടി ഉള്ളത്. ഇനി അതിൻ്റെ അകത്താണ് ആരൊക്കെ വരാ? എയും അതുപോലെ തന്നെ ബിയും വരാം. ഇതായിരിക്കും ആരെന്ന് പറയാ? എയും അതുപോലെ തന്നെ ബി എന്നും പറയാ. സോ നമ്മൾ എങ്ങനെയാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചാക്കുക. അതല്ലേ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ? അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എന്തെന്ന് പറയാ? എ യൂണിയൻ ബി എന്ന് പറയാം. ഇനി നമുക്ക് ഇവന്മാരുടെ കോംപ്ലിമെന്റ് എടുക്കണം അല്ലേ? അപ്പോൾ കോംപ്ലിമെന്റ് എടുക്കുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ റെക്റ്റാങ്കിൾ പോലെ വരക്കുക. അതായിരിക്കും യൂണിവേഴ്സൽ സെറ്റ്. ഇതെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോകണം കേട്ടോ. അവൻ്റെ കോംപ്ലിമെന്റ് ആണ് ഞാൻ വരക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ അങ്ങോട്ട് വരക്കാം. അപ്പോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എ യൂണിയൻ ബി നമുക്കറിയാം, അത് ഒഴിച്ച് ബാക്കിയുള്ളവർ. അപ്പോൾ അത് ഒഴിച്ച് ബാക്കിയുള്ളവർ എന്ത് ചെയ്ത് വെച്ചേക്കാം? ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കാം. നമ്മളുടെ പരിപാടി ആയടാ കഴിഞ്ഞു. മറ്റവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഞാൻ എന്ത് ചെയ്തു?
ഷെയ്ഡ് ചെയ്തു. അപ്പോൾ അതെ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടി. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടിയെങ്കിൽ അത് തന്നെയാണ് ആരുടെയും ഗ്രാഫ് എന്ന് പറയുന്നത്, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതായത് ഒറ്റ ഒരെണ്ണത്തിൽ തന്നെ രണ്ടുപേരെ നമ്മൾ പഠിച്ചില്ലേ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരെയാ? അടുത്ത് നമ്മൾ ഇന്റർസെക്ഷൻ്റെ കേസ് പഠിക്കണം. അതിനും ഇതേപോലെ തന്നെ ചെയ്ത് പഠിക്കാട്ടോ. എ ഇന്റർസെക്ഷൻ ബി ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ദേ എയും വരച്ചു ബിയും വരച്ചു, എല്ലാവരെയും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ മക്കളെ? എയിലും ബിയിലും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റൂലേ? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? ഇവരാണ് അല്ലേ? അവരാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും. സോ നമുക്കൊന്ന് വരച്ച് നോക്കാമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും വരക്കുക? ദേ നേരത്തെ തന്നെ ബോക്സ് പോലെ വരക്കുക. അത് റെക്റ്റാങ്കിൾ ആണ്, അത് യൂണിവേഴ്സൽ സെറ്റായിട്ട് മാർക്ക് ചെയ്യുക. ദെൻ ഇവിടെ എ ഉണ്ട് ബി ഉണ്ട്. ഇനി മക്കൾ നോക്കിയടാ, എ ഇന്റർസെക്ഷൻ ബി ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പം അറിയാം. അതൊഴിച്ച് ബാക്കിയുള്ളവരാണ് അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ദ ഓൾ കോംപ്ലിമെൻറ്റ്. ദേ അപ്പോൾ ദേ ഞാനെല്ലാം മാർക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു നടുക്കുള്ള ആ ഒരു ഭാഗമില്ലേ, അതൊഴിച്ച് ബാക്കി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തേക്കുക? ഷെയ്ഡ് ചെയ്ത് കൊടുത്തേക്കുക. സോ അപ്പോൾ നമ്മളുടെ എന്തായി? ആൻസറായി. നമ്മൾ ആ ഒരു ഷെയ്ഡ് ഒഴിച്ച് നിർത്തി ബാക്കിയുള്ളവരെല്ലാവരെയും എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഷെയ്ഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. അവൻ എപ്പോഴും അവിടെ അതിൻ്റെ അകത്ത് കിടക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഇത് തന്നെയാണ് ആരെന്ന് പറയുന്നത്? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെയും പഠിക്കുക, രണ്ടുപേരുടെ തന്നെ ആയിരിക്കും ഇപ്പുറത്ത്. അപ്പോൾ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോധരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇത് കൂടാതെ ഇതിൻ്റെ 2 കൂടി ഒന്ന് പഠിപ്പിച്ച് തരാം. എങ്ങനെയാണ് വരാമെന്നറിയോ? ഇപ്പോൾ എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് വരയ്ക്കാം. ഇതായിരിക്കും ഒരു ബോക്സ് വരയ്ക്കുക. എ ഞാൻ എടുത്തു, അതുപോലെ തന്നെ ബിയും ഞാൻ എടുത്തു. എ ഉണ്ട് ബി ഉണ്ട്, യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. എന്താണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ? എയിൽ നിന്നും രണ്ടിലെയും ഒരേപോലെയുള്ള രണ്ടിലെയും ഒരുമിച്ചുള്ള ഭാഗമില്ലേ, അതെന്ത് ചെയ്താൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കറിയാം ഇതാണിത് എ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ അതിൽ ഈ ഒരു ഭാഗം നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താ? രണ്ടിലും കോമൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ എന്തിൽ നിന്ന് കട്ട് ചെയ്യും? എയിൽ നിന്നും കട്ട് ചെയ്ത് കളയും. എ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. എ മൈനസ് എന്ന് പറഞ്ഞാൽ ബി എടുക്കുന്നതിന് പകരം ഇന്റർസെക്ഷൻ ബിയെ നമ്മൾ എന്ത് ചെയ്ത് കളയുന്നുണ്ട്? കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എയിൽ നിന്നും രണ്ടിലും കോമൺ ആയിട്ടുള്ളവരെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എയിൽ നിന്നും എ എന്ന് പറഞ്ഞത് മൊത്തമായിരുന്നു, അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? രണ്ടിലും കോമൺ ആയിട്ടുള്ളവനെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയാം? എ മൈനസ് ബിയുടെ ഗ്രാഫ്. ഇനി ബി മൈനസ് എയുടെ ഗ്രാഫ് ഒന്ന് അങ്ങനെയാണെങ്കിൽ മക്കളൊന്നും ആലോചിച്ച് പറഞ്ഞേ, എങ്ങനെയായിരിക്കും വരിക? ദേ നമ്മളുടെ 2 സെറ്റ് ഞാൻ വരക്കുന്നു, എയും അതുപോലെ തന്നെ ബിയും. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ബിയിൽ നിന്നും നമ്മൾ ആരെ കട്ട് ചെയ്യുക? രണ്ടിലും കോമൺ ആയിട്ടുള്ള എ ഇന്റർസെക്ഷൻ ബിനെ കട്ട് ചെയ്ത്, അതായത് നടുക്കുള്ള ഭാഗത്തിനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബി ഇവിടെ അല്ലേ, ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടിലും കോമൺ ഉള്ളവരെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ദേ അതും പഠിച്ചു. ക്ലിയർ അല്ലേ? ഇതേപോലെ ഉള്ളൂ. അപ്പോൾ ഇനി വെറുതെ എങ്ങാനും എ മൈനസ് ബി അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ എ മൈനസ് ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മക്കൾ എന്ത് ചെയ്യും? എ മൈനസ് ബി നിങ്ങളുടെ കയ്യിലില്ലേ, അവനൊഴിച്ച് ബാക്കിയുള്ളവരെ ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഗ്രാഫ് വരാൻ പോകുന്നത്? ഞാൻ ഇവിടെ വരക്കുന്നു. ഓൾറെഡി നടുക്കുള്ള ഭാഗം നിങ്ങൾക്ക് അറിയാം, എ മൈനസ് ബി കോംപ്ലിമെന്റാ. അപ്പോൾ എ മൈനസ് ബിയുടെ ആ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗമില്ലേ, അത് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് വരാൻ പോകുന്നത്? ദേ ഞാൻ മാർക്ക് ചെയ്ത് എല്ലാവരെയും ചെയ്തു പോവാണ്. ഇവനെയും കൂടി എടുത്ത് വരക്കാം. കണ്ട? അപ്പോൾ എന്താണെന്നുള്ളത് പഠിച്ചില്ലേ? വെൻ ഡയഗ്രം എന്താണെന്ന് നമുക്ക് ആവശ്യമുള്ള അവർ ഒഴിച്ചുള്ളവർ വേണം കോംപ്ലിമെന്റ് വരക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ ഇനി ഒരു 1 മാർക്കിന് ചോദിക്കുന്ന ടൈപ്പ് ഇത് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സോ ദേ അതാണ് ഈ പറയുന്നവന്മാർ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. ഇതാണ് സംഭവം അല്ലേ, എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. ഞാൻ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് വെൻ ഡയഗ്രം വരച്ചു തരാം. ഇവിടെ എ ഉണ്ടല്ലേ, ക്ലിയർ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? എനെ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്തു. ഇതാണ് എ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ വരും എന്നാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്നെ. അവനൊഴിച്ചുള്ള ബാക്കിയുള്ളവർ അല്ലേ, അവരൊഴിച്ച് ബാക്കിയുള്ളവർ. ഇതാണ് എന്തെന്ന് പറയുക? എ കോംപ്ലിമെൻറ്റിൻ്റെ ഗ്രാഫ് അല്ലേ. ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് നോക്കി. എയും എ കോംപ്ലിമെൻറ്റ് ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞാൽ ദേ മൊത്തത്തിൽ വന്നില്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈമും അവൻ്റെ കോംപ്ലിമെൻറ്റും കൂടി വന്നു കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് അഥവാ യു ആയിരിക്കും. ഇനി അടുത്തതാണ് നള്ളിൻ്റെ കോംപ്ലിമെൻറ്റ്. നള്ളെന്ന് പറഞ്ഞാൽ എന്താ? നള്ളെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ അവൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അവന് ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പം ഒന്നുമില്ലാത്തവൻ്റെ ഓപ്പോസിറ്റ് എന്താ? എല്ലാം ഉള്ളവൻ. അതാരായിരിക്കും? യു ആയിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാമല്ലോ, യു ഇന്റർസെക്ഷൻ എ.
അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? യൂണിവേഴ്സൽ സെറ്റിലും എയിലും ഞാൻ എടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയാം, യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് എ എന്ന് പറയാം. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളവൻ ആരായിരിക്കും? എ അല്ലേ? അപ്പോൾ നമുക്ക് എടുക്കാം, എ ആയിരിക്കും. വേറെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. അടുത്തൊരാളുണ്ട്, എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിൽ എയുടെയും അതുപോലെ തന്നെ എ കോംപ്ലിമെൻറ്റിൻ്റെയും ഗ്രാഫ് നമ്മൾ വരച്ചില്ലേ. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവോ? എയിലും എ കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? നള്ളായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. സെറ്റ് അല്ലേ? ഇനി അടുത്തത് യു കോംപ്ലിമെൻറ്റ്, അതായത് യൂണിവേഴ്സലിൻ്റെ കോംപ്ലിമെൻറ്റ്. എല്ലാം ഉള്ളവൻ്റെ ഒപ്പോസിറ്റ് അതാരാ? ഒന്നുമില്ലാത്തവൻ. അതാരടാ? നള്ളായിരിക്കും. നൾ ഇൻ്റർസെക്ഷൻ എ. അപ്പോൾ എന്താണ് നൾ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കോമൺ ഉണ്ടാവുമോ? ആരും കോമൺ ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ എന്ത് തന്നെയായിരിക്കും? നന്നായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല സെറ്റായിട്ട് അങ്ങ് പഠിച്ചു. ഈ ഒരു മോഡലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സെറ്റ് അല്ലേ? അടുത്ത ചാപ്റ്ററായിട്ട് ദിവ്യ മിസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ അടുത്തൊരു ചാപ്റ്ററിൽ കാണാം. ബൈ. ഹലോ, അപ്പോൾ സെറ്റ്സ് ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടായിരിക്കണമെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 5 ലീനിയർ ഇൻഇക്വാളിറ്റീസ്. സെറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 5 ലീനിയർ ഇൻഇക്വാളിറ്റീസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതെല്ലാവരും വാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് എഴുതി ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം ബോർഡ് എക്സാമിന് പോവുക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്ര നാൾ നമ്മൾ പഠിച്ചത് എന്താ? ഇക്വേഷൻസ് ആണ് പഠിച്ചത്. അതായത് എപ്പോൾ എവിടെ നോക്കിയാലും എന്താ? ഏത് സിമ്പിളാണ് കണ്ടിരുന്നത്? ഈക്വൽ സിമ്പിളാണ് നമ്മൾ കണ്ടിരുന്നത്. എങ്ങനെയാണ്? ഈക്വൽ സിമ്പിൾ. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ കാണുന്ന കുറച്ച് പുതിയ ആൾക്കാരാണ്. ആരൊക്കെയാ? 4 ആൾക്കാരുണ്ട്. ടീച്ചർ അത് പഠിപ്പിച്ചു തരാം. ആരൊക്കെയാ? ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ട്, ലെസ് ദാൻ സിമ്പിൾ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും, ആൻഡ് ലാസ്റ്റ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ആരൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ 4 ആൾക്കാരായിരിക്കും ത്രൂ ഔട്ട് നമ്മുടെ ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ കാണാൻ പോകുന്നത്. ഇനി കുറച്ച് കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ ബേസിക് ആയിട്ട് നോർമലി ചെയ്യുന്ന സമയത്ത് ഒരു ഇക്വേഷൻ തന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലസ് സൈൻ ഇക്വേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് സൈൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോവുക? ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ഈക്വൽ സൈൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. ഈ 4 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് അറിയാമെന്നറിയാം, എന്നാൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി 4 ബേസിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അതെന്താണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഒരു ഇൻഇക്വാളിറ്റീസ് വരുന്ന ഒരു ഇക്വേഷൻ എഴുതാൻ ടീച്ചർ. അതായത് ഇപ്പോൾ 2x + y ഗ്രേറ്റർ ദാൻ 10. ഇതൊരു ഇക്വേഷനാണ്. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. കാരണം എന്താ? ഒരു ഇൻഇക്വാളിറ്റി സൈൻ ഉണ്ട്, ലീനിയർ ആണ്. സോ ഈ ലീനിയർ ഇക്വേഷൻസിൽ 4 ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് 2 സൈഡിലും ഒരു പോസിറ്റീവ് നമ്പർ വെച്ച് നമ്മൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്താണ്? 2 സൈഡിലും ഒരു പോസിറ്റീവ് നമ്പർ വെച്ച് ആഡ് ചെയ്യണം. സേ ഒരു പോസിറ്റീവ് നമ്പർ ടീച്ചർ 2 ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. 2x + y + 2 ഗ്രേറ്റർ ദാൻ 10 + 2. അതായത് എന്താ? അവിടുത്തെ ഗ്രേറ്റർ ദാൻ സൈനും ലെസ് ദാൻ സൈനൊന്നും ഒരു ചേഞ്ചും വന്നില്ല. അതായത് സിമ്പിൾ എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കണം നമ്മളവിടെ വെക്കേണ്ടത്. ഒരു ചേഞ്ചും വരുത്താതെ 2 സൈഡിലും ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്പർ ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെയായിരിക്കണം മൈനസ് ചെയ്യുമ്പോഴും. എന്താണ്? ഒരു നമ്പർ നമുക്ക് മൈനസ് ചെയ്യണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ജസ്റ്റ് ആ നമ്പർ 2 സൈഡിലും ഇട്ട് കൊടുക്കുക. 2x + y - 2 ഗ്രേറ്റർ ദാൻ 10 - 2. ജസ്റ്റ് എന്ത് ചെയ്യുക? ആ 2 നമ്പേഴ്സും മൈനസ് ചെയ്യാനുള്ള നമ്പേഴ്സ് ജസ്റ്റ് അവിടെ ഇട്ട് കൊടുക്കുക. സൈൻ എന്ത് മാറ്റില്ല? ഒരു ചേഞ്ചും ഇല്ല. ഇനി നോക്കിക്കേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് പോസിറ്റീവ് നമ്പറോ നെഗറ്റീവ് നമ്പറോ 2 സൈഡിലും ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല? സൈന് ചേഞ്ച് വരുന്നില്ല. ഇതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. x + 2 ഗ്രേറ്റർ ദാൻ 10. ഞാനൊരു ഇൻഇക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. x + 2 ഗ്രേറ്റർ ദാൻ 10. ഈ ഇൻഇക്വാളിറ്റിയുടെ 2 സൈഡിലും എനിക്കൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. സേ ഞാനൊരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. എന്താണ്? ഒരു പോസിറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × x + 2 ഗ്രേറ്റർ ദാൻ
10 ഇൻറ്റു 5. രണ്ട് സൈഡിലും ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോസിറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സൈൻ ചേഞ്ച് ചെയ്യോ? ഇല്ല, സൈൻ ചേഞ്ച് ചെയ്യില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതാം. 5x പ്ലസ് 10. 5 ഇൻറ്റു 2 വരെ 10 ആണ്. ഗ്രേറ്റർ ദാൻ 10 ഇൻറ്റു 5 എന്താ വരാ, 15 ആണ്. സോ ഒരു പോസിറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് മാറുന്നില്ല, ഇൻഇക്വാളിറ്റിയുടെ സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഡിവിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും എന്ത് മാറുന്നില്ല, സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തറിഞ്ഞിരിക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കുക. എന്താണ്, ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് എൻ്റെ മക്കൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും എന്ത് മാറുന്നുണ്ട്, സൈൻ റിവേഴ്സ് ആവുന്നുണ്ട്. സേ x plus 5 greater than or equal to 10. ഒരു ഇൻഇക്വാളിറ്റി ടീച്ചർ തന്നേക്കുന്നത് x plus 5 greater than or equal to 10 ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ -5 വെച്ചാണ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും, -5 ഇൻറ്റു എക്സ് പ്ലസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ റിവേഴ്സ് ചെയ്തിട്ട് എന്താവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം എൻ്റെ മക്കള്, റിവേഴ്സ് ചെയ്യണം. അതായത് സൈൻ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താക്കണം, ലെസ് ദാൻ ആക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എങ്ങനെ മാറ്റണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. ഇനി എന്താക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താക്കി മാറ്റണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. ലെസ് ദാൻ എന്താക്കി മാറ്റണം, ഗ്രേറ്റർ ദാൻ ആക്കണം. ഈ 4 ചേഞ്ചസ് അവിടെ വരുത്തിയിട്ടുണ്ടാവണം. എപ്പോഴാണ്, ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാപ്റ്റർ 5 ലീനിയർ ഇൻഇക്വാളിറ്റീസ് എല്ലാ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും ഏറ്റവും വേണ്ട നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. സോൾവ് 5x minus 3 less than 7. അത് നമുക്കൊരു ഇൻഇക്വാളിറ്റി തന്നിട്ടുണ്ട്. എന്താ, 5x minus 3 less than 7 എന്നുള്ളൊരു ഇൻഇക്വാളിറ്റി തന്നിട്ടുണ്ട്. 5x minus 3 less than 7. ഇനി നോക്കിക്കേ, നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുക, എക്സ് എന്ന ഫോമിൽ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ -3 ആണ്. -3 ടീച്ചർ പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, പ്ലസ് ആവും. സോ 5x ലെസ് ദാൻ 7 plus 3. 5x less than 7 plus 3. 5x less than 7 plus 3 വരെ 10 ആണ്. ഇനി നോക്കിക്കേ, നമുക്ക് x ആണ് ഒരു സ്ഥലത്ത് വേണ്ടത്. ഇവിടെ എന്താ ഉള്ളത്, 5x ആണ്. ഇവിടെ ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേക്കല്ലേ, അത് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ആരാ, പോസിറ്റീവ് നമ്പർ ആണ്, +5 ആണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും എന്നാണ് ടീച്ചർ പറഞ്ഞേക്കണേ, ഡിവൈഡ് ആവും. സോ ഇതൊരു പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ എന്നാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്ന കേസിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു ചേഞ്ചും വരുന്നില്ല, റിവേഴ്സ് ചെയ്യാനായി നോക്കണ്ട. പക്ഷേ ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അതെന്ത് ചെയ്യണം, ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആക്കണം, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആക്കണം. ഇവിടെ ഇപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, സോ ഒരു ചേഞ്ചും ഇല്ല. മൾട്ടിപ്ലൈ ചെയ്ത് ഈ നമ്പർ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. 10 divided by 5. 10 divided by 5 വരെ 2 ആയിരിക്കുള്ളൂ. സോ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സബ് ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാലോ. എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. എന്താണ് ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു നമ്പർ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ് ഈസ് ആൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0യും ചേർന്നതാണ് ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ആൻസർ വരാം. എക്സിന് എടുക്കാൻ പറ്റുന്ന ഏതൊക്കെ നമ്പേഴ്സ് വരും, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്കേ. എക്സ് ലെസ് ദാൻ 2. 2വിനേക്കാളും ചെറുതാണ് എക്സ്. 2വിനേക്കാളും ചെറുതാണ് എക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാൻ പറ്റും, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും 2വിനേക്കാളും ചെറുതല്ലേ. അപ്പോൾ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും പോസിബിൾ ആണ്. സോ ഒരു കുത്തുകുത്ത് കുറച്ചിങ്ങനെ ഇട്ട് പോകും, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും പോസിബിൾ ആണെന്നുള്ള രീതിയിൽ -3 -2 -1 0 എടുത്താലും നെഗറ്റീവ് 2വിനേക്കാളും പോസിറ്റീവ് 2വിനേക്കാളും ചെറുതല്ലേ. സോ 0 വരാം, 1 വരാം, 2 എടുക്കാൻ പറ്റുമോ. ഇവിടെ പറയുന്ന കണ്ടീഷൻ നോക്കിക്കേ, എക്സ് ലെസ് ദാൻ 2. 2വിനേക്കാളും താഴെ ഇരിക്കണം, 2 എടുക്കാൻ പറ്റില്ല. സോ എക്സിന് എടുക്കാൻ പറ്റുന്ന പോസിബിൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും വരും, പിന്നെ 0യും 1ഉം വരും. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സബ് ക്വസ്റ്റ്യൻ. ഇനി നോക്കിക്കേ, എക്സ് ഈസ് എ റിയൽ നമ്പർ. എക്സ് ഒരു റിയൽ നമ്പർ ആയിരിക്കണം. എന്താണ് റിയൽ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും നമുക്ക് എന്ത് പറയാൻ പറ്റും,
റിയൽ നമ്പർ എന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ കണ്ടീഷൻ നോക്കിക്കേ, ഇറ്റ്സ് ലെസ് ദാൻ 2. 2വിനേക്കാളും താഴെയുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്, പോസിബിൾ ആണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന പോസിബിൾ ആയിട്ടുള്ള നമ്പർ എന്താ, -∞. സോ ഇറ്റ്സ് ബിലോങ്സ് ടു -∞. എപ്പോഴും റിയൽ നമ്പർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് എന്താ, ഒരു ഇൻഫിനിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഫിനിറ്റി ഒരു റേഞ്ച് വരാറുണ്ട്. കാരണം നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സാണ് റിയൽ നമ്പേഴ്സ്. നോക്കിക്കേ, 2വിനേക്കാളും താഴെയുള്ള എല്ലാ നമ്പേഴ്സും ഇവിടെ വരുന്നത് -∞. സോ -∞ തുടങ്ങി 2 വരെ. പക്ഷെ 2 എടുക്കാൻ പാടണ്ട, 2 എടുക്കാൻ പാടില്ല. സോ ഇടേണ്ടത് ഓപ്പൺ ഇൻ്റർവൽ ആയിരിക്കണം. ഓപ്പൺ ഇൻ്റർവൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ കേസ്, ഇറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരെയാണെങ്കിൽ അപ്പം നമുക്കൊരു ചേഞ്ച് വരുത്താനുണ്ട്. എന്താ ആ ചേഞ്ച് എന്താ നോക്കിക്കേ, ഇറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിലോങ്സ് ടു -∞ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 2 ആയിരിക്കും. ഓപ്പൺ ഇൻ്റർവലിന് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ ആയിരിക്കണം. കാരണം എന്താ, 2 എന്നുള്ള വാല്യൂ കൂടി നമുക്കിവിടെ പോസിബിൾ ആണ്. നിങ്ങൾ നോക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ഈക്വൽ ടു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കുള്ളൂ, ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലേ ഇടാൻ പാടുള്ളൂ. അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ മക്കൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. സോൾവ് ദ ഇൻഇക്വാളിറ്റി. ഒരു കണ്ടീഷൻ, കുറച്ച് വലിയ കണ്ടീഷനാണ് തന്നേക്കുന്നത്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. സോൾവ് ദ ഇൻഇക്വാളിറ്റി, ഒരു വലിയ കണ്ടീഷൻ ടീച്ചർ തന്നെ എഴുതുകയാണ്. 2x - 1/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x - 2/4 -2 - x/5. നോക്കിക്കേ, റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറച്ച് വലിയ എക്സ്പാൻഷനായിട്ടാണ് ഇത് എഴുതിയേക്കണം. നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചെറുതായിട്ട് സിമ്പിളായിട്ടൊന്ന് മാറ്റി എഴുതാം. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 5 ഡിനോമിനേറ്ററിലുള്ളത് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക ഇങ്ങോട്ട്. താഴെയുള്ള ഈ 4 വെച്ച് എന്ത് ചെയ്യുക, 2 - x മൾട്ടിപ്ലൈ ചെയ്യുക. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യുന്നുള്ളൂ. 2x - 1/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 5 × 3x - 2 മൈനസ് അതുപോലെ തന്നെ എഴുതി. 4 കൊണ്ട് അടുത്ത ടേമിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിലെ നമ്പേഴ്സ് ജസ്റ്റ് താഴെ മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നോക്കിക്കേ, 2x - 1/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം, 5 വെച്ച് ഉള്ളിലോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 3 15x വരും. മൈനസ് 5 × 2 വരെ 10 ആണ്. മൈനസ് 4 × 2 8 വരും. 2 നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ ഇവിടെ ഒരു -4ൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഉള്ളിലും എന്തുണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. സോ നെഗറ്റീവ് അടുത്ത് വന്നാൽ എന്ത് വരും, പോസിറ്റീവ് ആവും. +4x/20. കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ഫോമിലോട്ട് ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി നമുക്ക് സിമ്പിളാക്കാം. 2x - 1/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എക്സുകളെല്ലാം ഒരുമിച്ച് നോക്കിക്കേ. ഒരു 15x ഉണ്ട് ഇവിടെ, ഇവിടെ ഒരു 4x ഉണ്ട്. 15 + 4 വരെ 19x മൈനസ് -10ഉം -8ഉം കൂടി ആഡ് ചെയ്ത് എന്ത് വരും, -18 കിട്ടും /20. ഇപ്പോൾ ഏകദേശം ഒരു സിമ്പിൾ ഫോമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടെ താഴെയുള്ള നമ്പേഴ്സ് പോസിറ്റീവ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. താഴെയുള്ള 2 നമ്പേഴ്സും പോസിറ്റീവ് ആണ്. ഇതിവിടെ 20 ഡിവൈഡ് ചെയ്തൊക്കെയാണ്, അതിങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ 20 × 2x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ 3 എന്ത് ചെയ്തേക്കുക, 3 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കാണ്, അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 × 19x - 18. ഇത്രയും ക്ലിയർ അല്ലേ, സിമ്പിൾ സാധനമാണ്. ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി നോക്കിക്കേ, 20 × 2x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ, അതായത് ഈ ലാസ്റ്റ് സെക്ഷൻ തന്നെ ഒന്നുകൂടി എഴുതിയെന്നുള്ളൂ. 3 × 19x - 18. 20 × 2 14 വരും. 14x മൈനസ് 20 ജസ്റ്റ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 20 × 1 വരെ 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 × 90. 3 × 90 എത്രയാ വരാ, 57x മൈനസ് 3 × 18. 18 എത്രയാ വരാ, 54. ഓക്കെ,
അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ. നോക്കിക്കേ, 14x മൈനസ് 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 57x മൈനസ് 54. നമുക്ക് എക്സ് ടേംസ് എല്ലാം ഒരു സൈഡിൽ, നമ്പേഴ്സ് ഒക്കെ ഒരു സൈഡിൽ, ആ ഫോമിലോട്ടാണ് മാറ്റേണ്ടത്. നോക്കിക്കേ, ഇവിടെ ഒരു 14x ഉണ്ട്, ഒരു 57x ഉണ്ട്. 14x മൈനസ് ഈ നമ്പർ പോസിറ്റീവാണ്, അതെങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ എങ്ങോട്ട് പോയാലും എന്തായിക്കോളൂ, ജസ്റ്റ് എന്ത് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ പോസിറ്റീവാണ്, അതിങ്ങോട്ട് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. മൈനസ് 57x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇനി നോക്കിക്കേ, ഇവിടെ ബാക്കി ആകെ മൈനസ് 54 ഉള്ളൂ. മൈനസ് 54, ഇവിടെ ഓൾറെഡി എന്താ ഉള്ളത്? മൈനസ് 20 ഉണ്ട്, അത് നെഗറ്റീവാണ്, അത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. പ്ലസ് 20. നോക്കിക്കേ, 14x മൈനസ് 57x എന്താ വരാ? ആൻസർ വരാ മൈനസ് 17x വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇനി നോക്കിക്കേ, മൈനസ് 54 പ്ലസ് 20, മൈനസ് 54 പ്ലസ് 20 എന്ന് പറയുമ്പോൾ എത്ര വരും? മൈനസ് 34 വരും. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉണ്ട്. നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ട് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും നെഗറ്റീവിനെ മാറ്റാം. നെഗറ്റീവിനെ മാറ്റാൻ വേണ്ടി എന്തേ ചെയ്യേണ്ടുള്ളൂ? ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കാം, ഈ മൈനസ് 17 നമുക്ക് എക്സിൻ്റെ വാല്യൂ അല്ലേ വേണ്ടുള്ളൂ, മൈനസ് 17 മാറ്റണം. പക്ഷെ മൈനസ് 17 പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ? ഇതൊരു നെഗറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? സൈൻ റിവേഴ്സ് ചെയ്യണം. അപ്പം ഞാൻ ടീച്ചർ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ 70 മൈനസ് 17 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ ഒന്ന് തിരിക്കണം. ഇപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 34 ബൈ മൈനസ് 70. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് നിങ്ങൾ എപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും എന്ത് മാറ്റണം? സൈൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവണം. സോ രണ്ട് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തുള്ളൂ? 34/70 വരെ 2 ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമുക്ക് കിട്ടിയ കണ്ടീഷൻ. നോക്കിക്കേ, അപ്പം നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടിയ കണ്ടീഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇനി നോക്കിക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റ് ദ സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ. ഇങ്ങനെ എക്സിൻ്റെ ഒരു കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ജസ്റ്റ് വേഗം എന്ത് ചെയ്യാം? ഒരു നമ്പർ ലൈനിലോട്ട് വരക്കാം. നോക്കിക്കേ, ഒരു നമ്പർ ലൈനിൽ എന്തൊക്കെയുണ്ട്? നമ്പേഴ്സ് ഒന്ന് മാർക്ക്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ജസ്റ്റ് നമ്പേഴ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. പോസിറ്റീവ് നമ്പേഴ്സ് റൈറ്റ് സൈഡിൽ എഴുതണം, നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിൽ എഴുതണം. -1, -2, -3. ഓക്കെ, ഓൾമോസ്റ്റ് കുറച്ച് വാല്യൂസ് മതി നമുക്ക്. ഇങ്ങോട്ട് വരുന്ന ഒരു മൈനസ് ഇൻഫിനിറ്റി ആണ്, അങ്ങോട്ട് പോകുന്നതോറും പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്. നമ്പേഴ്സ് കുറേ ഇങ്ങനെ ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടിയുള്ള നമ്പർ എന്താ? നമ്മുടെ കണ്ടീഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ 2വിനേക്കാളും താഴെയാണ്. 2വിനേക്കാളും താഴെ. ഈ ഈക്വൽ സൈൻ്റെ അർത്ഥം എന്താ? എക്സ് 2 എന്നുള്ള വാല്യൂ എടുക്കും, 2വിനേക്കാളും താഴെയുള്ള എല്ലാ വാല്യൂസും എക്സിന് പോസിബിൾ ആണ്. സോ എക്സ് 2 എടുക്കും എന്ന് കാട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം റൗണ്ട് ചെയ്യുക. അത് വാല്യൂ എടുക്കുന്നത് കൊണ്ട് ഇവിടെ 2വിൻ്റെ അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യുക? 2വിന് താഴെയുള്ള എല്ലാ നമ്പേഴ്സും പോസിബിൾ അല്ലേ? സോ 2വിന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സും ഒന്ന് ഡാർക്കർ ഷെയ്ഡ് ചെയ്യുക. ഇതായിക്കോളും നമ്മൾ എന്ത് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്പർ ലൈനിൽ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്പേഴ്സ് വെച്ച് ആ നമ്പർ ലൈൻ ഫില്ല് ചെയ്യുക. എന്നിട്ട് ആ കണ്ടീഷൻ നോക്കിയിട്ട് അയക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് ഡാർക്കർ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊന്ന് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കിക്കേ, ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഇൻഇക്വാളിറ്റീസിൽ 3 ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഒരെണ്ണം നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ എന്താ കുറച്ച് ലെങ്തി എക്സ്പാൻഷൻ, അതിന് മുമ്പ് ചെയ്തതും ഒരു ചെറിയ എക്സ്പാൻഷൻ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർഡ് ടൈപ്പ് പ്രോബ്ലംസ്, അതായത് സെൻറ്റൻസ് വൈസ് നമുക്ക് എന്ത് ചെയ്യും? ഒരു ഇക്വേഷൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, നമ്മൾ എന്താക്കണം? അതിനെ ഒരു ഇൻഇക്വാളിറ്റി ഫോമിലോട്ട് ചേഞ്ച് ചെയ്യണം. നോക്കിക്കേ, ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 3 times ദ ഷോർട്ടസ്റ്റ് സൈഡ്. അതായത് ഒരു ട്രയാങ്കിളിന് 3 വശങ്ങളുണ്ട്, അതിൽ ഏറ്റവും ചെറിയ വശമാണ് ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കിക്കേ, ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ 3 times ആണ് ലോങ്ങസ്റ്റ് സൈഡ്. വലിയ വശം എന്ന് പറയുന്നത്, ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ചെറിയ വശത്തിൻ്റെ 3 മടങ്ങാണ്.
സോ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ എന്തായിട്ട് എടുക്കണം, എച്ച് ആയിട്ട് എടുക്കണം. ഇതിലെല്ലാത്തിലും പറയുന്നത് ഷോർട്ടർ സൈഡാണ്. ഒന്നുകൂടി വായിച്ചു നോക്കാം. ദ ലോങ്ങർ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 3 times the shorter side and third side is 2 centimeter shorter than longer side. നോക്കിക്കേ, ചെറിയ വശത്തിനേക്കാളും 3 മടങ്ങ് വലുതാണ് വലിയ വശം. ഇനി മൂന്നാമത്തെ വശത്തിനെ കുറിച്ചും അവർ പറയുന്നുണ്ട്. മൂന്നാമത്തെ വശം തേർഡ് സൈഡ് ഈസ് 2 centimeter shorter side, the longest side. വലിയ വശത്തിനേക്കാളും 2 centimeter കുറവാണ് മൂന്നാമത്തെ വശവും. അങ്ങനെ 2 കണ്ടീഷൻസ് അവർ തരുന്നുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഏറ്റവും ഷോർട്ടർ സൈഡിനെ ടീച്ചർ എച്ച് എന്ന് വിളിക്കുകയാണ്. ഷോർട്ടർ സൈഡ് എച്ച് ആയിട്ട് എടുക്കാം. നോക്കിക്കേ, ഷോർട്ടർ സൈഡ് എച്ച് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് ഏറ്റവും വലിയ വശം എന്തായിട്ട് എടുക്കണം, ലോങ്ങസ്റ്റ് സൈഡ് വരെ എന്താ, ഷോർട്ടർ സൈഡിൻ്റെ 3 ഇരട്ടിയാണ്, 3 times ആണ് ലോങ്ങസ്റ്റ് സൈഡ്. സോ ലോങ്ങസ്റ്റ് സൈഡ് എന്ത് വരും, 3x വരും. ഇനി അടുത്ത കണ്ടീഷൻ നോക്കിക്കേ, തേർഡ് സൈഡ് എന്താന്നാ പറയുന്നേ, തേർഡ് സൈഡ് ഈസ് 2 centimeter shorter than the long side. വലിയ വശം എന്താണോ അതിനേലും 2 centimeter കുറവാണ് എന്ത്, തേർഡ് സൈഡ് വരെ. അപ്പോൾ ലോങ്ങസ്റ്റ് സൈഡ് 3x ആണ്, അതിനേക്കാളും 2 centimeter കുറവ്. അപ്പോൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം, -2 എഴുതണം. 2 centimeter കുറവായിട്ട് കിട്ടി. ഇനി നോക്കിക്കേ, ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വശങ്ങളും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, പെരിമീറ്റർ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സൈഡ്സും ടീച്ചർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഷോർട്ടർ സൈഡുള്ള എച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ലോങ്ങസ്റ്റ് സൈഡായിട്ടുള്ള 3x ആഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ദ തേർഡ് സൈഡ് 3x - 2. അപ്പോൾ 3 വശങ്ങളും കൂടി കൂട്ടിയാലാണ് എന്ത് കിട്ടുള്ളൂ, പെരിമീറ്റർ കിട്ടുള്ളൂ. എക്സുകൾ എത്ര എണ്ണം ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, പിന്നെ ഒരു 3x ഉണ്ട്, 3x ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് 3x പ്ലസ് 3x വരാം 7x ആണ്. 7x - 2 കിട്ടും നമുക്ക്. അപ്പോൾ എന്ത് കിട്ടും, 7x - 2 കിട്ടും. ഇനി നോക്കിക്കേ, പെരിമീറ്റർ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ പറയുന്ന കണ്ടീഷൻ നോക്കിക്കേ, ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് അറ്റ്ലീസ്റ്റ് 61. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം കുറഞ്ഞതൊരു 61 ഉണ്ടാവണം. അപ്പോൾ ഏതായിരിക്കും എടുക്കേണ്ടത് ഇനിക്വാളിറ്റി, പെരിമീറ്റർ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 61 ഉണ്ടാവണം. 61 കൂടുതലായാൽ കുഴപ്പമില്ല, പക്ഷെ എന്താവാൻ പാടില്ല, 61 താഴെ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കണം, 61 എടുക്കുക, അല്ലെങ്കിൽ 61നേക്കാളും വലുതായാൽ കുഴപ്പമില്ല. അപ്പോൾ എന്തെടുക്കുക, ഗ്രേറ്റർ ദാൻ. വലുതെന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. 61 61നേക്കാളും വലിയ ഏത് വാല്യൂസും പെരിമീറ്ററിന് എടുക്കുക, പക്ഷേ 61നേക്കാൾ താഴെ ആവാൻ പാടില്ല. അതാണ് അറ്റ്ലീസ്റ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഉള്ള വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക. അപ്പോൾ അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ് അങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോഴാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61. നോക്കിക്കേ, പെരിമീറ്റർ നമുക്ക് എത്രയാണ് കിട്ടിയേക്കണേ, 7x - 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61. പെരിമീറ്റർ നമുക്ക് കിട്ടിയേക്കണ 7x - 2 ആണ്. അത് ടീച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 7x - 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61. നോക്കിക്കേ, എക്സുകളെല്ലാം ഒരു വശത്ത്, നമ്പേഴ്സൊക്കെ ഒരു വശത്ത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ -2 അല്ല, അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, പോസിറ്റീവ് ആവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61 + 2. 7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61 + 2 വരെ 63 ആണ്. അപ്പോൾ ഇനി 7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 63ൽ 7 കൂടി മാറ്റിക്കഴിഞ്ഞാൽ എച്ച് ഫോമിൽ നമുക്ക് കിട്ടും. സോ എച്ച്, ഈ 7 എന്നുള്ള പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ, പോസിറ്റീവ് നമ്പർ ആണ്. സോ ഇനിക്വാളിറ്റിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല, അത് അതുപോലെ തന്നെ. ഇതൊരു നെഗറ്റീവ് നമ്പർ ആയിരുന്നെങ്കിൽ റിവേഴ്സ് ചെയ്തേനെ, ഇതിപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതാം. 63/7 മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. സോ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 63/7. എത്ര വരും, 63/7 വരെ 9 ആണ്. സോ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലായേ, എക്സിൻ്റെ മിനിമം വാല്യൂ, എക്സ് മിനിമം എടുക്കേണ്ട വാല്യൂ 9 എങ്കിലും എടുത്താലേ എന്ത് പറ്റുള്ളൂ, ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ ദ മിനിമം ലെങ്ത് ഓഫ് ദ ഷോർട്ടർ സൈഡ് എന്ന് പറയുന്നത് എന്താ, എക്സ് ആണ്. എക്സിൻ്റെ മിനിമം വാല്യൂ അറ്റ്ലീസ്റ്റ് എന്തെടുത്താൽ മതി, 9 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. സോ മിനിമം ലെങ്ത്
എന്ത് വരും? മിനിമം ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ് എത്രയാ വരാ? 9 സെൻറ്റിമീറ്റർ. അപ്പോൾ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ മിനിമം ലെങ്ത് എത്ര മതി? 9 സെൻറ്റിമീറ്റർ മതി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ബോർഡ് എക്സാമിന് വരിക. അപ്പോൾ അടിച്ച് പൊളിച്ച് മര്യാദക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ചാപ്റ്റർ ആയിട്ട് അതുൽ സാർ വരും. നമുക്ക് അതുൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹലോ എടാ, നിങ്ങൾ സെറ്റ്സും ലീനിയർ ഇക്വാലിറ്റീസും പഠിച്ചല്ലോ അല്ലേ? ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബൈനോമിയൽ തിയറം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ള ബൈനോമിയൽ തിയറം നമുക്ക് നോക്കിയാലോ? ഓക്കെ, നോക്കട്ടെ. ബൈനോമിയൽ തിയറത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബൈനോമിയൽ എക്സ്പാൻഷൻ നമുക്ക് പഠിക്കാണ്ട്. അതിന് മുന്നേ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നോക്കിയടാ, a+b ഹോൾ സ്ക്വയർ എന്താ? a+b ഹോൾ സ്ക്വയർ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ പണ്ട് മുതലേ പഠിച്ചില്ലേ, തിലകനൊക്കെ നമുക്ക് പഠിച്ചിരുന്നില്ലേ? എന്താണ്? a² + 2ab + b² അല്ലേ? a² + 2ab + b². നോക്കിയേ a+b ഹോൾ ക്യൂബ് എന്താ പറഞ്ഞേ? a+b ഹോൾ ക്യൂബ് എന്താന്ന് പറഞ്ഞേ? നോക്കിയേ, a³ + 3a² b + 3ab² + b³ ആണ് അല്ലേ? നമുക്കറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു a+b ഹോൾ റേസ് ടു 14. നിങ്ങൾ പറയോ? ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു a+b ഹോൾ റേസ് ടു 10. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ വളരെ പ്രശ്നമായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പല ആൾക്കാരും ഇത് കാണാണ്ട് പഠിച്ച് പോകേണ്ട പരിപാടി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന് ആവശ്യമേ ഇല്ല. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത് ഒറ്റയ്ക്ക് നിങ്ങൾ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണേ. നോക്കിയേ, a+b ഹോൾ റേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + 2ab + b² ആണല്ലേ? ഇത് നോക്കിയാൽ ഫസ്റ്റ് ടേം ഇവിടെ a ആണ്, സെക്കൻഡ് ടേം b ആണ്. ഓക്കെ, a ആദ്യം a² ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ a മാക്സിമം വാല്യൂ a² ആണ്. പിന്നെ a വരുന്നുള്ളൂ, a1. ആദ്യം a² വന്നു, പിന്നെ എന്താ വന്നത്? a⁻1 ആവുന്നു അല്ലേ? പിന്നെ എന്താ വന്നത്? ഓക്കെ, a ഇല്ല, അതായത് a0 വന്നു. അത് ഫസ്റ്റ് ടേം എന്താ ചെയ്യുക? കുറഞ്ഞ് വരികയാണല്ലോ. രണ്ടാമത്തെ ടേം നോക്കിയേ, b ആണല്ലേ? രണ്ടാമത്തെ ടേം നോക്കിയേ, ഫസ്റ്റ് b ഉണ്ടോ? ഇല്ല, b⁻0 ആണല്ലേ? b ഇല്ല, b⁻0. രണ്ടാമത് നോക്കിയേ, b⁻1, b ഇല്ലേ? b⁻1. പിന്നെ നമുക്ക് b⁻2 ഇല്ലേ? b² ആയിരിക്കും. അതായത് സെക്കൻഡ് ടേം എന്താണ്? കൂടി വരികയാണ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഐഡിയയിൽ വെക്കുക. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണേ. അതായത് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്തായിരുന്നു? കുറഞ്ഞ് വരുന്നു, മാക്സിമം നിന്ന് കുറഞ്ഞ് വരുന്നു. സെക്കൻഡ് ടേം b അല്ലേ? സെക്കൻഡ് ടേം എന്ത് ചെയ്യും? മിനിമത്തിൽ നിന്ന് കൂടി മാക്സിമം ആവുന്നു. ഓക്കെ ആണല്ലോ? നോക്കിയേ, നമുക്ക് നോക്കാം. ഓക്കെ, ചാപ്റ്റർ ബൈനോമിയൽ തിയറി ആണ്. നോക്കാം, a+b ഹോൾ റേസ് ടു n. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. നോക്കാം. എടാ, ഇതിൽ n അല്ലേ ഫസ്റ്റ് വന്നേ? നോക്കിയേ, nc0. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന nc0, a+b ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ nc0. n അല്ല വന്ന് പവർ, nc0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും nc0 സ്റ്റാർട്ട് ചെയ്യുക. അടുത്തതായിരിക്കും പ്ലസ് അല്ലേ? nc1 ആയിരിക്കും. അടുത്തതായിരിക്കും nc2 ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? പ്ലസ് nc3 ആയിരിക്കും. പ്ലസ് എന്താ? പ്ലസ് എക്സെട്ര വരും. ncn വരും. ഇതൊക്കെ അല്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ പറയാം കോയിഫിഷ്യൻസ് എന്ന് പറയാം. ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ കോയിഫിഷ്യൻ്റ്. ഓക്കെ, ഇനി നോക്കിയേ. എടാ, എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ? എയും വേണം ബി വേണം, എല്ലാത്തിനും എ വേണം ബി വേണം. അതൊക്കെ ഞാൻ ആദ്യം എ എഴുതാൻ പോണേ. നേരത്തെ പറഞ്ഞു a+b ഹോൾ സ്ക്വയർ എന്തായിരുന്നു? ഫസ്റ്റ് a² + 2ab + b². a² ആണ് വന്നില്ലേ? എൻ്റെ മാക്സിമം വന്ന്. ഇവിടെ മാക്സിമം എത്രയാണ്? n അല്ല, a⁻n വരും. അടുത്തൽ നിന്ന് വരിക, കുറഞ്ഞ് വരികയാണെ. അടുത്തത് വരും a⁻n−1 വരും. അടുത്തൽ നിന്ന് വരിക, അവിടെ നോക്കിയേ, a⁻n−2 വരും. പിന്നെ എന്ത് വരും? a⁻n−3 വരും, എക്സെട്ര a⁻n−n വരും. ലാസ്റ്റ് n−1 വരും. n−1 എന്ന് പറഞ്ഞാൽ എന്താ? a⁻n−1 എന്താ? a⁻0 എന്താ? 1 ആയിരിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. രണ്ടാമത്തെ ബി a+b ഹോൾ സ്ക്വയർ എന്താ? ആദ്യം b ഉണ്ടാവില്ല, b⁻0 അല്ലേ? അതായത് ആദ്യം b ഉണ്ടാവില്ല, b⁻0. പിന്നെ എന്താ? കൂടി വരിക. നോക്കിയത് b⁻1 വരും, അടുത്ത b⁻2 വരും, അടുത്ത b⁻3 വരും. നോക്കി ലാസ്റ്റ് നോക്കിയാൽ b⁻n വരും. ഇങ്ങനെയാണ് ഇത് കൺസെപ്റ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ലടാ പഠിക്കാൻ പോണത്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പോകണേ. നോക്കിയേ, ശ്രദ്ധിച്ചിരിക്കുക. a+b ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ nc0. അത് നമുക്കറിയാലോ, ഫസ്റ്റ് nc0 ആണ് ഇതാ.
ഓക്കെ എ റേസ് ടു എന്താ നോക്കിയേ എ റേസ് ടു എൻ, അതായത് ഈ എന്നിൻ്റെയും ഈ എന്നിൻ്റെയും സീറോൻ്റെയും എന്നും സീറോയും മൈനസ് ചെയ്താലല്ലേ എൻ കിട്ടുക അല്ലേ. n-0 എന്താ n ആണ്, ആ n അല്ല ഇവിടെ വന്നേ. അടുത്ത് നോക്കിയേ NC1 എ റേസ് ടു നോക്കിയേ ഈ എന്നും വണ്ണും മൈനസിൽ n-1 അതല്ലേ ഇവിടെ വന്നേ. അടുത്തെന്തായിരിക്കും NC2 n-2 ആയിരിക്കില്ലേ, n-2 ആയിരിക്കും NC2 NC2 n-2 ആകുമ്പോൾ എ റേസ് ടു n-2 ആയിരിക്കും. അടുത്ത നോക്കിയേ NC3 ആകുമ്പോൾ എ റേസ് ടു നോക്കിയേ n-3 ആയിരിക്കും അങ്ങനെ ലാസ്റ്റിലേക്ക് വരും NCN എ റേസ് ടു n-n ആയിരിക്കും. ഓക്കെ ആണല്ലോ ഓക്കെ എ ഓക്കെ ആണ്. അപ്പോൾ ബി നോക്കിയേ എടാ NCR വരാണ്, ഈ NCR എന്നാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ R ആയിരിക്കും എന്ത് ഈ ബി വരിക. താഴെ നോക്കിയേ NC0 സീറോ ആണ് ബീൻ്റെ മുകളിൽ വരിക. നോക്കിയേ NC0 ബി റേസ് ടു 0. ഓക്കെ NC1 ആകുമ്പോൾ സി എന്താ പറയുക NC1 ആണ്, അപ്പോൾ ബി റേസ് ടു 1 വരും. ഓക്കെ NC2 ആകുമ്പോൾ ബി റേസ് ടു 2 വരും. ഇവിടെ NC3 ആകുമ്പോൾ ബി റേസ് ടു 3 വരും. ഏറ്റവും ലാസ്റ്റ് നോക്കിയേ NCN ആകുമ്പോൾ ബി റേസ് ടു n ആയിരിക്കും. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്തല്ലോ നോക്കടാ എ പ്ലസ് ബി ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ NC0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എ റേസ് ടു എന്താ n-0, എ റേസ് ടു n-0 എന്താ n, ബി റേസ് ടു 0 ഏതാണ്ട് ആവശ്യമുണ്ടോ ഇല്ല, 1 ആയി പോകും അല്ലേ. ഓക്കെ പ്ലസ് NC1 അടുത്ത NC1 എ റേസ് ടു എന്ത് വരും എ റേസ് ടു വരുന്നൊരു n-1 വരിക, ഇതേ മൈനസ് വന്നു അല്ലേ n-1 വരും. ബി റേസ് ടു എന്താ ഈ വാല്യൂ അതേപോലെ കൊടുക്കുക ബി റേസ് ടു 1. അടുത്ത് നോക്കിയേ അടുത്ത് പറഞ്ഞേ പ്ലസ് NC2 വരും. എ റേസ് ടു എന്താ വരിക n-2 ബി റേസ് ടു എന്താ വരും 2 വരും, ബി റേസ് ടു 2 വരും. ഒന്നുകൂടി ചെയ്തല്ലോ പ്ലസ് നോക്കിയേ പ്ലസ് NC3 എ റേസ് ടു n-3 നോക്കിയേ ബി റേസ് ടു ഈ 3 വരും, ബി റേസ് ടു 3. ഓക്കെ ആണല്ലോ പ്ലസ് എക്സെട്രാ പറഞ്ഞേ പ്ലസ് എക്സെട്രാ ഓക്കെ NCN എ റേസ് ടു n-n അല്ലേ, എ റേസ് ടു n-1 എന്നതാ എ റേസ് ടു 0 1 ആയി പോലെ അത് വേണ്ട, ബി റേസ് ടു n. ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയേ അല്ലേ. ഒറ്റ സ്ട്രെച്ച് നമ്മൾ ഇതില്ലേ വെറുതെ ഇതിന് ബൈ ഹാർട്ടാക്കി പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഒരു ആവശ്യമില്ല അല്ലേ. ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടൈപ്പ്. നമുക്ക് 1 മാർക്ക് 2 മാർക്കിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ 1+x ഓൾ റേസ് ടു n നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നെങ്കിലും നമ്മൾ നമ്മുടെ എക്സ്പാൻഷൻ എഴുതി വെക്കണം. നോക്കിയാൽ നമുക്കറിയാം എ പ്ലസ് ബി ഓൾ റേസ് ടു n എന്ന് പറഞ്ഞേ NC1 എ റേസ് ടു NC0 ആണ് തുടങ്ങണേ NC0 എ റേസ് ടു n ബി റേസ് ടു വേണ്ട പ്ലസ് NC1 എ റേസ് ടു n-1 ബി റേസ് ടു 1 പ്ലസ് നോക്കി NC2 എ റേസ് ടു n-2 ബി റേസ് ടു 2 പ്ലസ് എക്സെട്രാ പ്ലസ് NCN എ റേസ് ടു വേണ്ടല്ലോ ഓക്കെ പിന്നെന്താ ബി റേസ് ടു n. ഓക്കെ ഇനി നോക്കിയേ ഇവിടെ നോക്കിയേ എ എന്താ വന്നത് 1 ആണ് വന്നത്, ബി എന്താ വന്നത് x ആണ് വന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയാലോ നമുക്ക് നോക്കട്ടെ 1+x ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ നോക്കിയേ NC0 സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴും NC0 നോക്കിയടാ എ റേസ് ടു n അതായത് 1 റേസ് ടു n ഏതെങ്കിലും ആവശ്യമുണ്ടോ 1 റേസ് ടു എന്താ 1 തന്നെ ഏതെങ്കിലും ആവശ്യമില്ലല്ലോ. ഞാൻ ഈ തരാം കുഴപ്പമില്ല 1 റേസ് ടു n വരും പ്ലസ് ഓക്കെ NC1 എ റേസ് ടു n-1 എ എന്താ 1 റേസ് ടു n-1 ഓക്കെ 1 റേസ് ടു n-1 ഇൻറ്റു നോക്കിയേ ബി എന്താ ഇവിടെ വന്ന് എക്സ് റേസ് ടു എന്ത് വരും ഈ 1 വരില്ല x റേസ് ടു 1 പ്ലസ് NC2 1 റേസ് ടു n-2 1 റേസ് ടു n-2 പിന്നെന്താ ബി എന്താ വരിക ബി റേസ് ടു എന്ത് വരും ബി റേസ് ടു 2 വരും. അപ്പോൾ ഒന്നുകൂടി എഴുതിയാലോ പ്ലസ് NC3 1 റേസ് ടു n-3 ബി റേസ് ടു 3 പ്ലസ് എക്സെട്രാ പ്ലസ് NCN ബി റേസ് ടു n വരും. ഓക്കെ അല്ലേ. ഓക്കെ ഇതിന് ബീൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കണം. ഓക്കെ ബീൻ്റെ വാല്യൂ എന്തായിരുന്നു ഫസ്റ്റ് എക്സ് അല്ല പറഞ്ഞത്, അപ്പോൾ എക്സ് സ്ക്വയർ വരും. ഓക്കെ എക്സ് ക്യൂബ് വരും, എക്സ് റേസ് ടു n വരും, എക്സ് സ്ക്വയർ വരും, എക്സ് ക്യൂബ് വരും, എക്സ് റേസ് ടു n വരും. ഓക്കെ ആണല്ലോ നോക്കിയില്ല അതായത് 1+x ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ NC0 1 റേസ് ടു n കൊടുക്കണോ വേണ്ട 1 തന്നെ ആയിരിക്കും അല്ലേ പ്ലസ് ഓക്കെ NC1 എക്സ് റേസ് ടു 1 എക്സ് അല്ലേ പ്ലസ് NC2 1 റേസ് ടു n-1 1 റേസ് ടു n-1 1 തന്നെ ആയിരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ NC2 എക്സ് സ്ക്വയർ പ്ലസ് നോക്കി അടുത്ത് നോക്കി NC3
NC3 1 പറഞ്ഞാൽ 1 ആയിരിക്കും നോക്കിയേ എക്സ് ക്യൂബ് വരും പ്ലസ് എക്സെട്രാ പ്ലസ് നോക്കിയേ പ്ലസ് NCN എക്സ് റേസ് ടു എൻ ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പോൾ 1 + x ഓൾ റേസ് ടു എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ ഈ എക്സിനെ 1 ആക്കി കൊടുത്തു നോക്കി അതായത് 1 + 1 ഓൾ റേസ് ടു എൻ അല്ലേ 1 + 1 ഓൾ റേസ് ടു എൻ വരും അതെന്തായി മാറും 2 റേസ് ടു എന്നായി മാറില്ലേ നോക്കി അത് ഇവിടെ നിന്ന് കൊടുത്തു നോക്കിയേ NC0 + NC1 എക്സ് എന്താ 1 ആണല്ലോ അപ്പോൾ ഇതെൻ്റെ ആവശ്യമില്ല പ്ലസ് NC2 1² 1 തന്നെ കുഴപ്പമില്ല പ്ലസ് NC3 എക്സ് ക്യൂബ് എന്താ 1 അല്ലേ പ്ലസ് എക്സെട്രാ പ്ലസ് ഓക്കെ NCN എക്സ് റേസ് ടു എന്താണ് 1 അല്ലേ അപ്പോൾ 1 എന്തായാലും 1 തന്നെ ആയിരിക്കും ഓക്കെ നോക്കിയടാ ഇത് നോക്കി നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയല്ലോ നോക്കി ഇങ്ങനെ ഒരു പരിപാടി കിട്ടില്ലേ നോക്കി NC0 + NC1 + NC2 + NC3 + എക്സെട്രാ NCN ഇത് എന്താണ് ഇത് മാത്രമായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്കറിയാം എന്താണ് ഉള്ളത് ഇത് 2n ആണ് അല്ലേ ഈ NC0യും NC1 മാത്രമാണ് നമുക്ക് എന്ത് മനസ്സിലാക്കണം ഇവിടെ A എന്ന് പറഞ്ഞാൽ 1 ആണ് ഇവിടെ B എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ 1 + 1 ഹോൾ റേസ് ടു n എന്ന് വരും 2n വരും ഓക്കെ റെഡിയാണേ അതുപോലെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാണ്ട് നോക്കാം അതായത് നമ്മൾ A + B ഓൾ റേസ് ടു n പഠിച്ചല്ലോ A - B ഓൾ റേസ് ടു n പഠിക്കണം അല്ലേ A - B ഓൾ റേസ് ടു n പഠിക്കണം A + B ഓൾ റേസ് ടു n പഠിച്ചിട്ടുണ്ടെങ്കിൽ A - B ഓൾ റേസ് ടു n നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞത് നോക്കിയേ NC0 സ്റ്റാർട്ട് ചെയ്യുക NC0 വരും A റേസ് ടു n വരും B റേസ് ടു വേണ്ട നോക്കിയേ രണ്ടാമത് മൈനസ് ഇടുക നോക്കി അടുത്ത് നോക്കിയൊരു NC1 A റേസ് ടു n - 1 അല്ലേ n-1 B റേസ് ടു E1 വരും 1 പിന്നെ പ്ലസ് ഇടാം ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ്സും മൈനസ് ഇടാം മക്കളെ അത്രയേ ഉള്ളൂ സിമ്പിളാണ് നോക്കിയേ അടുത്ത് നോക്കിയേ NC2 A റേസ് ടു n - 2 B റേസ് ടു 2 വരും പ്ലസ് ഇനി മൈനസ് വരും ഓക്കെ അടുത്തൊരു NC3 A റേസ് ടു n - 3 B റേസ് ടു 3 അല്ലേ ഇനി പ്ലസ് വരും എക്സെട്രാ പ്ലസ് -1 ഓൾ റേസ് ടു n ഇതെന്താ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ നോക്കട്ടെ നമ്മുടെ ഓഡ് നമ്പർ ആണെങ്കിൽ n ഓഡ് ആണെങ്കിൽ മൈനസ് വരും n ഈവൻ ആണെങ്കിൽ പ്ലസ് വരും അതുകൊണ്ട് നമ്മൾ -1 ഓൾ റേസ് ടു n കൊടുത്ത് ലാസ്റ്റ് എന്താ വരിക NCN B റേസ് ടു n വരും A റേസ് ടു ഉണ്ടാവില്ല n - n എന്താ 0 ആയിരിക്കും നോക്കിയേ A - B അതാ ഇത് ഈസി ആയിട്ട് നമ്മൾ ചെയ്തല്ലോ നോക്കിയേ ഇനി നോക്കിയേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ 1 + x ഓൾ റേസ് ടു n അല്ലേ ഞാൻ 1 - x ഓൾ റേസ് ടു n ചെയ്ത് നോക്കട്ടെ 1 - 1 ഓൾ റേസ് ടു x ഒക്കെ ചെയ്ത് നോക്കട്ടെ നോക്കി NC0 സ്റ്റാർട്ടിങ് NC0 A എത്ര ഇവിടെ 1 റേസ് ടു 1 എന്താ ചെയ്യണ ആവശ്യമുണ്ടോ വേണ്ട മൈനസ് NC1 A റേസ് ടു n - 1 1 റേസ് ടു n - 1 റേസ് ടു എന്തായാലും എന്താ 1 തന്നെ ഓക്കെ 1 ഇൻറ്റു B റേസ് ടു 1 B എന്താ ഇവിടെ എക്സ് വരും പ്ലസ് NC2 ഓക്കെ NC2 A റേസ് ടു n - 2 1 റേസ് ടു 1 n - 2 1 തന്നെ ഓക്കെ B റേസ് ടു 2 അല്ലേ B റേസ് ടു 2 B എത്ര ഇവിടെ B എത്ര എക്സ് റേസ് ടു 2 മൈനസ് NC3 A റേസ് ടു n - 3 അതായത് 1 റേസ് ടു n - 3 1 റേസ് ടു എന്തായാലും 1 തന്നെ ഓക്കെ വീണ്ടും ഓക്കെ 1 ഇൻറ്റു B റേസ് ടു 3 B എത്ര ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് -1 ഓൾ റേസ് ടു n നോക്കിയേ NCN B റേസ് ടു n B എത്ര ഇവിടെ എക്സ് അല്ലേ എക്സ് റേസ് ടു n ഇതാണ് 1 - x ഓൾ റേസ് ടു n കൊടുക്കുന്നത് 1 - x ഓൾ റേസ് ടു n ഇതിൽ ഞാൻ എക്സിന് 1 കൊടുത്ത് നോക്കട്ടെ നേരത്തെ ചെയ്ത പോലെ ഞാൻ എക്സിന് 1 കൊടുക്കുന്നത് അപ്പോൾ 1 - 1 ഓൾ റേസ് ടു n ആവില്ലേ അതായത് ഇവിടെ 0 ആവില്ലേ നോക്കിയേ നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം നോക്കിയേ NC0 മൈനസ് NC1 എക്സ് എന്താ 1 ആണ് കൊടുക്കണ്ടല്ലോ പ്ലസ് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 തന്നെ ആയിരിക്കും അല്ലേ പ്ലസ് NC2 x² എന്താ 1² 1 തന്നെ നോക്കിയേ മൈനസ് NC3 x³ എന്താ 1 എന്ന് വരും പ്ലസ് എക്സെട്രാ പ്ലസ് നോക്കിയേ -1 ഓൾ റേസ് ടു n NCN ഓക്കെ NCN എക്സ് റേസ് ടു n അല്ലേ എക്സ് എന്താ 1 റേസ് ടു n എന്താ 1 തന്നെ വരും നോക്കിയേ NC0 മൈനസ് NC1 പ്ലസ് NC2 മൈനസ് NC3 പ്ലസ് എക്സെട്രാ -1 റേസ് ടു n NCN എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ 0 ആയിരിക്കും ഇത് ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് എത്രയാണെന്ന് ചോദിക്കുക എത്രയെന്ന് വരിക നമുക്കൊരു അങ്ങനെ മൈനസും പ്ലസ്സും വരുമ്പം എന്തായിരിക്കും 1 - 1 ഓൾ റേസ് ടു n ആയിരിക്കും എന്നതാ 0 റേസ് ടു n ആയിരിക്കും എന്നതാ ആൻസർ 0 ആയിരിക്കും ഓക്കെ അപ്പോൾ NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് അങ്ങനെ പ്ലസ് വരികയാണെങ്കിൽ അത് 2 റേസ് ടു n NC0 മൈനസ് NC1 പ്ലസ് NC2 മൈനസ് NC3 അങ്ങനെ വരുമ്പോൾ അത് ആൻസർ എന്തായിരിക്കും 0 ആയിരിക്കും ഈ രണ്ട് കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ നമുക്ക് അടുത്തേക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തല്ലേ ഓക്കെ റെഡി
ഓക്കെ ഇവാലുവേറ്റ് 96 ഓൾ റേസ് ടു 3 96 ഓൾ റേസ് ടു 3 ഇതാണ് നമ്മൾ ചെയ്യാൻ പോകണം. നോക്കി നമുക്കറിയാം 96 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 4 ഓൾ റേസ് ടു 3 അല്ലേ. 96 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 4 ഓൾ റേസ് ടു 3 അല്ലേ. ഇതൊക്കെ അല്ലേ അടാ നമ്മൾ എ മൈനസ് ബി ഓൾ റേസ് 3 എ മൈനസ് ബി ഓൾ റേസ് 3 അതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കടാ എ മൈനസ് ബി ഓൾ റേസ് ടു എൻ എന്തായിരുന്നു പറഞ്ഞാൽ ഏതൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ എക്സ്പാൻഡ് ചെയ്യണം. എ മൈനസ് ബി ഓൾ റേസ് എന്തായിരുന്നു NC0 എ റേസ് ടു എൻ ബി റേസ് ടു വേണ്ട മൈനസ് NC1 എ റേസ് ടു എൻ മൈനസ് 1 ബി റേസ് ടു 1 നോക്കിയേ പ്ലസ് NC2 എ റേസ് ടു എൻ മൈനസ് 2 ബി റേസ് ടു 2 പ്ലസ് എക്സെട്ര. പിന്നെ ഇവിടെ മൈനസ് വരില്ലേ, ഇവിടെ മൈനസ് വരും. നോക്കിയേ മൈനസ് എക്സെട്ര. ഓക്കെ ഒന്നുകൂടി ചെയ്താൽ നമുക്ക് 1C3 എ റേസ് ടു എൻ മൈനസ് 3 ബി റേസ് ടു 3 ഓക്കെ പ്ലസ് എക്സെട്ര. ഓക്കെ മൈനസ് 1 റേസ് ടു എൻ നോക്കിയേ NCN എ റേസ് ടു വേണ്ട ബി റേസ് ടു എൻ വരും. സിമ്പിൾ അല്ലേ. ഓക്കെ അല്ലേ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 96 അല്ലേ 96 100 മൈനസ് 4 ഓൾ റേസ് ടു 3 ആണ് നമുക്ക് വേണ്ടി. അപ്പോൾ എൻ എന്താ അവിടെ N 3 അല്ലേ. എ 100ഉം 4 എന്താ ബി എന്താണ് 4 വരും. ഓക്കെ 3C0 വന്നേ. ഓക്കെ എ റേസ് ടു എത്ര വന്നേ 100 റേസ് ടു എത്ര വരും 3. ഓക്കെ മൈനസ് NC1 എന്താ വരും 3C1 100 റേസ് ടു 3 മൈനസ് 1 എത്ര 2 ഇൻറ്റു ബി എത്ര അവിടെ 4 റേസ് ടു 1 വരും അല്ലേ. ഓക്കെ പ്ലസ് NC2 എന്താ 3C2 ഓക്കെ എ റേസ് ടു വരും ഇത്ര 100 റേസ് ടു 3 മൈനസ് 2 1 വരും ഇൻറ്റു ബി റേസ് ടു എത്ര നമുക്കിവിടെ ബി എത്ര വന്ന് 4 റേസ് ടു 2 അല്ലേ 4 റേസ് ടു 2 വരും 4 സ്ക്വയർ വരും. ഓക്കെ പിന്നെ എന്താ വരിക പിന്നെ മൈനസ് വരും 3C3 ഓക്കെ 3C3 ഓക്കെ 100 റേസ് ടു വേണോ ലാസ്റ്റ് 100 റേസ് ടു 0 വരില്ലേ 100 റേസ് ടു എന്താ 1 ആയിരിക്കും 4 റേസ് ടു 3 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ വാല്യൂസ് ഒക്കെ വേണം. ഓക്കെ വാല്യൂസ് ഒക്കെ തരും 3C0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് 1 വരിക 3C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ് വരിക 3C2 എത്ര വരിക കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 3C2 എത്ര അതും 3 ആണ് വരിക 3C3 എന്താ 1 വരും. ഓക്കെ നമുക്ക് ചെയ്ത് നോക്കില്ലേ 100 മൈനസ് 4 ഓൾ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരും 3C0 എന്താ 1 ഇൻറ്റു 100 ക്യൂബ് പറഞ്ഞാൽ 1 0 1 2 3 അല്ലേ 6 0 വരും അല്ലേ 6 0 വരും മൈനസ് 3C1 എന്താ 3 ഇൻറ്റു 100 സ്ക്വയർ എന്ന് വരും 10,000 വരും 10,000 ഇൻറ്റു 4 പ്ലസ് 3C2 എന്താ 3 ഇൻറ്റു 100 ഇൻറ്റു 16 മൈനസ് 3C3 എന്താ 1 ഇൻറ്റു 4 ക്യൂബ് എന്താ 64 വരും അല്ലേ 4 ഇൻറ്റു 4 64 വരും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി വേറെ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ഈ ഒരു സ്റ്റെപ്പ് എഴുതി വെക്കണം അതിന് ശേഷം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക ആൻസർ എത്ര കിട്ടുക 884736 ഇതാണ് ആൻസർ കിട്ടുക 884736 കിട്ടും. ഓക്കെ അല്ലേ എളുപ്പമല്ലേ. അപ്പോൾ 96 അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇപ്പോൾ ഒരു 95 എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 100 മൈനസ് 5 ഓൾ റേസ് ടു എത്ര ഉണ്ട് അത് ചെയ്യാം. ഇനി നമുക്ക് 100 നോക്കിയേ 107 എന്ന് വെച്ചോ 107 റേസ് ടു 6 അതെന്ന് വെച്ചോ നിങ്ങൾക്കറിയാം അത് 100 പ്ലസ് 7 ഓൾ റേസ് ടു 6 ആയിരിക്കും. നമ്മൾ A പ്ലസ് ബി ഓൾ റേസ് ടു N നമ്മൾ ചെയ്യും. ഓക്കെ സെറ്റാണേ. നോക്കിയേ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാൽ നമുക്ക് ഫൈൻഡ് A പ്ലസ് ബി ഓൾ റേസ് ടു 4 മൈനസ് A മൈനസ് ബി ഓൾ റേസ് ടു 4 ഇതാദ്യം നമ്മൾ കാണണം. ഹെൻസ് ഇവാലുവേറ്റ് √3 പ്ലസ് √2 ഓൾ റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 ഓൾ റേസ് ടു 4 ചെയ്ത് നോക്കില്ല. ഓക്കെ അതായത് A പ്ലസ് ബി ഓൾ റേസ് ടു 4 നമുക്കറിയാം A പ്ലസ് ബി ഓൾ റേസ് ടു N നമുക്കറിയാം A മൈനസ് ബി ഓൾ റേസ് ടു N നമുക്കറിയാം. ഓക്കെ അപ്പോൾ A പ്ലസ് ബി ഓൾ റേസ് ടു 4 എങ്ങനെ വരിക അല്ലേ നേരിട്ട് ചെയ്തിട്ടെ നോക്കിയേ NC0 അതായത് 4C0 അല്ലേ 4C0 A റേസ് ടു 4 വരും ബി റേസ് ടു വേണ്ട ആവശ്യമില്ല. ഓക്കെ പ്ലസ് നോക്കിയേ 4C1 A റേസ് ടു 3 വരും ബി റേസ് ടു 1 വരും അല്ലേ പ്ലസ് നോക്കിയേ 4C2 A റേസ് ടു 2 വരും ബി റേസ് ടു 2 വരും പ്ലസ് 4C3 A റേസ് ടു 4 മൈനസ് 3 എത്ര 1 വരും ബി റേസ് ടു 3 വരും പ്ലസ് 4C4 A റേസ് ടു വരും ഇല്ല ബി റേസ് ടു 4 വരും ഓക്കെ A മൈനസ് ബി ഓൾ റേസ് ടു 4 എന്തായിരിക്കും അപ്പോൾ A മൈനസ് ബി ഓൾ റേസ് ടു 4 എന്തായിരിക്കും ഓക്കെ 4C0 A റേസ് ടു 4 ഇല്ലേ ഈ സെയിം തന്നെ മൈനസും പ്ലസ് ഇട്ടാൽ പോരെ. ഓക്കെ മൈനസ് 4C1 A റേസ് ടു 3 ബി റേസ് ടു 1 പ്ലസ് 4C2 A സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 4C3 A റേസ് ടു 1 ബി ക്യൂബ് പ്ലസ് 4C4 ബി റേസ് ടു 4 രണ്ട് കിട്ടിയല്ലോ.
ഓക്കെ ഇനി നമുക്ക് ചെയ്ത് നോക്കിയല്ലോ എടാ a+b ഓൾ റേസ് ടു 4 മൈനസ് a മൈനസ് ബി ഓൾ റേസ് ടു 4 മൈനസ് a മൈനസ് ബി ഓൾ റേസ് ടു 4 ഇത് മൈനസ് ചെയ്യണം നമുക്ക് ചെയ്ത് നോക്കിയടാ 4c0 a റേസ് ടു 4 പ്ലസ് 4c1 a ക്യൂബ് b പ്ലസ് 4c2 a സ്ക്വയർ b സ്ക്വയർ പ്ലസ് എന്താ പറഞ്ഞത് 4c3 a b ക്യൂബ് പ്ലസ് 4c4 b റേസ് ടു 4 അല്ലേ ഇതെന്ത് ചെയ്യണം നമ്മൾ മൈനസ് ചെയ്യണം മൈനസ് മൈനസ് നോക്കിയേ 4c0 a റേസ് ടു 4 മൈനസ് 4c1 a ക്യൂബ് b പ്ലസ് 4c2 a സ്ക്വയർ b സ്ക്വയർ മൈനസ് 4c3 a b ക്യൂബ് പ്ലസ് 4c4 b റേസ് ടു 4 ഇത് രണ്ടും മൈനസ് ചെയ്യാൻ പോകും നമ്മൾ മൈനസ് ചെയ്യാലോ നോക്കിയേ അതായത് a+b ഓൾ റേസ് ടു 4 മൈനസ് a മൈനസ് b ഓൾ റേസ് ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയടാ 4c0 a റേസ് ടു 4 മൈനസ് ഈ മൈനസ് മൂലം 4c0 a റേസ് ടു 4 അല്ലേ ഇത് ക്യാൻസലായി ഓക്കെ 4c1 a ക്യൂബ് b അല്ലേ 4c1 a ക്യൂബ് ബി മൈനസ് ഓഫ് മൈനസ് എന്നാൽ പ്ലസ് വരും പ്ലസ് 4c1 a ക്യൂബ് ബി അതായത് 2 4c1 a ക്യൂബ് ബി ഇല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാം 2 × 4c1 a ക്യൂബ് ബി എന്ന് എഴുതി കൂടെ കുഴപ്പമില്ലല്ലോ ഓക്കെ അടുത്ത് നോക്കിയേ 4c2 a സ്ക്വയർ ബി സ്ക്വയർ നമുക്ക് മൈനസ് 4c2 a സ്ക്വയർ ബി സ്ക്വയർ അതുകൊണ്ട് ക്യാൻസലായി പോലെ ഈ മൈനസ് ഉള്ളോട്ട് ക്യാൻസലായി പോകും ഓക്കെ അടുത്ത് നോക്കിയേ 4c3 a b സ്ക്വയർ a b ക്യൂബ് അല്ലേ 4c3 a b ക്യൂബ് മൈനസ് ഓഫ് മൈനസ് 4c3 a b ക്യൂബ് അതായത് 4c3 a b ക്യൂബ് പ്ലസ് 4c3 a b ക്യൂബ് ആയി മാറും എന്ത് പ്ലസ് 2 × 4c3 a b ക്യൂബ് വരും 4c3 a b ക്യൂബ് വരും ഓക്കെ ആണല്ലോ സെറ്റാണല്ലേ അവസാനം 4c4 b റേസ് ടു 4 മൈനസ് 4c4 b റേസ് ടു 4 രണ്ടും ക്യാൻസലായി മാറി ഇനി നമുക്ക് എന്താണ് 4c1 വാല്യൂ എന്താ വരും 4 വരും 4c3 വാല്യൂ അതും 4 വരും അല്ലേ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയോ കുഴപ്പമൊന്നുമില്ല ഓക്കെ ചെയ്ത് ഈക്വൽ ടു 2 × 4c1 എന്താ 4 × a ക്യൂബ് b പ്ലസ് 2 × 4c3 അതും 4 ആണ് 4 × a b ക്യൂബ് വരും അതായത് 8 a ക്യൂബ് b പ്ലസ് 8 a b ക്യൂബ് വരില്ലേ 8 a ക്യൂബ് b പ്ലസ് 8 a b ക്യൂബ് വരും ഇത് നമുക്ക് എന്ത് കോമൺ എടുക്കാൻ പറ്റുമോ നമുക്ക് 8 കോമൺ എടുക്കാം അല്ലേ രണ്ടിൽ 8 ഉണ്ട് രണ്ടിൽ എയും ബിയും ഇല്ലേ അപ്പോൾ 8 a b കോമൺ എടുക്കാം അപ്പോൾ എന്ത് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ വരും ബാക്കി വരും a സ്ക്വയർ പ്ലസ് b സ്ക്വയർ അപ്പോൾ 8 a b × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ വന്നല്ലേ 8 a b × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ വന്നു അപ്പോൾ നമ്മളെന്താ ഇതിനെ നമ്മൾ എന്തെങ്കിലും മാറ്റി 8 a b × a സ്ക്വയർ പ്ലസ് b സ്ക്വയറിലേക്ക് മാറ്റി ഓക്കെ സെറ്റാണേ നോക്കാം ഇനി ഇത് നമ്മൾ ചോദിച്ചെന്താ √3 + √2 ഓൾ റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 ഓൾ റേസ് ടു 4 ഇതിൻ്റെ ഫോമിലല്ലേ ഇതേ ഫോം തന്നെയല്ലേ നമുക്ക് ഈ ഫോം എന്ത് കിട്ടി 8 a b × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ കിട്ടില്ലേ 8 a b × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ അല്ലേ 8 a b × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ കിട്ടി ഇത് നോക്കിയടാ ഇതിൽ a എന്താ റൂട്ട് വരുന്നു b എന്താ √3 വരുന്നു b എന്താ √2 വരുന്നു അല്ലേ a എന്ന് പറഞ്ഞാൽ √3 ആണ് b എന്ന് പറഞ്ഞാൽ √2 ആണ് ഓക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയല്ലോ 8 × a എത്രടാ √3 × √2 ഓക്കെ ഇൻറ്റു a സ്ക്വയർ എത്ര √3 സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്താ √2 സ്ക്വയർ എത്ര വരും 8 × √3 × √2 എത്ര √6 ആണ് √6 × √3 സ്ക്വയർ എത്ര 3 വരും പ്ലസ് √2 സ്ക്വയർ എത്ര 2 വരും അതായത് 8 × √6 × എത്ര വരും 5 വരും അതായത് 40 √6 വരും ഈസി അല്ലേ എളുപ്പമാണല്ലോ സെറ്റല്ലേ അപ്പോൾ നമ്മൾ ബൈനോമിയൽ തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കും ഉറപ്പായിട്ട് ഷുവർ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് വരും ഓക്കേടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ x/3 + 1/x ഓൾ റേസ് ടു 5 നോക്കാം അല്ലേ എങ്ങനെ ചെയ്യാൻ നോക്കാം ഞാൻ പറഞ്ഞു ഏതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യണം അല്ലേ ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതി വെക്കണം ഇവിടെ എന്ത് ഫോമാ a+b ഓൾ റേസ് ടു n ഫോം അല്ലേ a+b ഓൾ റേസ് ടു n ഫോം അല്ലേ ചെയ്ത് നോക്കിയാലോ nc0 a റേസ് ടു n വരും അല്ലേ a റേസ് ടു n വരും കാരണം n - 0 എന്താ n ആണ് എന്തോ b റേസ് ടു എന്തെങ്കിലും വേണ്ട ആവശ്യമില്ല പ്ലസ് nc1 a റേസ് ടു n - 1 b റേസ് ടു 1 വരും
ഓക്കെ ആണല്ലോ. പ്ലസ് പ്ലസ് നോക്കിയേ NC2 A⁻n−2 B⁻2 വന്നല്ലോ. ഓക്കെ, ഒന്നുകൂടി എഴുതിയല്ലോ. പ്ലസ് പ്ലസ് NC3 A⁻n−3 B⁻3 ഈ B⁻3 വന്ന് പ്ലസ് എക്സെട്രാ നോക്കിയേ NCN A⁻ വേണോ? വേണ്ട, ലാസ്റ്റ് ലൈൻ വേണ്ടല്ലേ, A⁻0 ആയി മാറും, 1 ആയി മാറും. ഓക്കെ, B⁻n വരും. ഓക്കെ ആണല്ലോ. ഈ ഒരു ഏതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോർമുല ചെയ്താൽ നമ്മൾ മെല്ല എക്സ്പാൻഷൻ ചെയ്ത് വെക്കുക. ഇന്ന് നമ്മൾ ക്വസ്റ്റിലേക്ക് പോവാം. നോക്കിയേ x/3 + 1/x (5) ചെയ്തോക്കാം. നോക്കി x/3 + 1/x (5) വരും. ഓക്കെ, ഇവിടെ എന്താ വന്ന് n എത്ര? അവിടെ n5 ആണ് അല്ലേ, n5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? n5c0 തുടങ്ങണം. NC0 എന്താ? 5c0 തുടങ്ങല്ലോ. ഓക്കെ, a എന്താ അവിടെ? x/3 അല്ലേ, x/3 എന്ത് വരും? 5 - 0 വരും. എന്താ വരും? 5 വരും. B⁻2 വേണോ? അതായത് 1/x വേണോ? വേണ്ട. ഓക്കെ, പ്ലസ് 5c1 നോക്കിയേ x/3 എന്നിട്ട് 5 - 1 എന്താ? 4 അല്ലേ. 5 - 1 4, x/3 4. ബാക്കി എന്ത് വരും? ഓക്കെ, 1/x ഇത് വരും, ഈ 1 വരും. റെഡി? പ്ലസ് നോക്കിയേ 5c2 x/3 എന്താ? 5 - 2 എന്താ? 3 1/x ഇത് വരും, ഈ 2 വരും. സെറ്റാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ പ്ലസ് നോക്കിയേ 5c3 x/3 5 - 3 എത്ര? 2 വരില്ലേ, 2 1/x ഈ 3 വന്ന്. ഓക്കെ, നൈസാണ്. ഓക്കെ, പ്ലസ് നോക്കിയേ 5c4 x/3 5 - 4 എത്ര? 1. നോക്കിയേ 1/x ഈ 4 വരും. ലാസ്റ്റ് ഒന്നുകൂടി ഉണ്ടടാ, പറഞ്ഞടാ 5c5 A⁻2 വേണോ? അതായത് x/3 വേണോ? വേണ്ട, 0 വരും, 1 വരും, പോയി അല്ലേ. 1/x 5 വന്ന്. സെറ്റാണേ. ഓക്കെ, നമുക്ക് ഇനി 5c0ൻ്റെ എല്ലാ കോയിഫിഷ്യൻറ്റും നമുക്ക് വാല്യൂ വേണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കിയാലോ. നോക്കിയേ 5c0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വേറെ എക്സ്ട്രാ നിങ്ങൾ 5c0 എന്ന് കാൽക്കുലേറ്റ് അടിക്കുക, 1 കിട്ടും നോക്ക്. ഓക്കെ, 5c1 എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. 5c2 എന്ന് പറഞ്ഞാൽ എത്രയാ? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 10 കിട്ടുന്നത്. എങ്ങനെ കിട്ടുക ശരിക്കും? എങ്ങനെ കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ നോക്കിയേ 5c2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോമ്പിനേഷനിൽ പഠിച്ചിട്ടില്ലേ? 5 ഫാക്ടോറിയൽ ബൈ എന്ത് വരും? 5 - 2 എന്താ? 3 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ അല്ലേ. എന്ത് വരും? 5 × 4 × 3 ഫാക്ടോറിയൽ ബൈ എന്ത് വരും? 3 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എത്രയാ? 2 വരും. അപ്പോൾ 3 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയാൽ 5 × 4 എത്രയാ? 20/2 എത്ര വരും? 10 വരും. ഇതിനാവശ്യം നമുക്കില്ല, നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണേ. നോക്കാം, 5c2 30 10 കിട്ടി. ഓക്കെ, ഇനി എന്താ വേണമെങ്കിൽ നമുക്ക് 5c3 വേണം. ഓക്കെ, 5c3 എന്തിനോട് ഈക്വൽ ആയിരിക്കും? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഒന്നും പറഞ്ഞാൽ 5c3 എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഓക്കെ, 5 - 3 എത്രയാ? 2 ആണ്. അപ്പോൾ 5c3 5c2നോട് ഈക്വൽ ആയിരിക്കും. നമുക്ക് NCR എന്ന് പറഞ്ഞാൽ NCn-R ആണ്, നമ്മൾ കോമ്പിനേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 5c3 എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, 5c4 നമുക്ക് വേണം. എന്താ 5c1നോട് ഈക്വൽ ആയിരിക്കും അല്ലേ. 5 - 4 എന്താ? 1നോട് ഈക്വൽ ആയിരിക്കും. എത്ര? നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്. 5c5 എത്രയാടാ? എന്തായിരിക്കും? 1 ആയിരിക്കും. എല്ലാ വാല്യൂം ഇവിടെ എഴുതി വെക്കുക, എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. നോക്കല്ലേ, വാ നോക്കാം. നോക്കി, അപ്പോൾ x/3 + 1/x (5) എന്ന് പറഞ്ഞാൽ നോക്കിയേ 5c0 എന്താ? നമുക്കറിയാം 5c0 എന്താ? 1 ആണ്. 1 × x5/3 3/5 എത്രയാ? 3 × 3 എത്രയാ? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഇതൊന്നും ചെയ്ത് നോക്കണ്ടേ. എത്ര വരും നിങ്ങൾക്ക്? 243 കിട്ടും. ഓക്കെ, പ്ലസ് നോക്കി 5c1 എത്രയാ? എടാ 5 ആണെടാ, 5 ആണല്ലേ. 5 × x4/3 3/4 എത്ര വരും? 3 × 3 എത്ര വരും? 81 അല്ലേ. 81 ഒരു കാൽക്കുലേറ്റ് ചെയ്യേ, കാൽക്കുലേറ്റർ കൊണ്ടുപോകണേ മക്കളെ. ഓക്കെ, 81 വരും. ഓക്കെ, ഇൻറ്റു നോക്കി ഇവിടെ 1/x ഇല്ലേ? ഒരു 1/x ഉണ്ട് അല്ലേ, 1/x ഉണ്ട്. ഓക്കെ, റെഡി? പ്ലസ് 5c2 നോക്കിയേ, 5c2 എന്താ? 10 ആണ്. 10 × x³ നോക്കിയേ 3³ എത്രയാ? 27 ഇൻറ്റു ഇവിടെ നിന്നുണ്ട് ഒരു 1/x² അല്ലേ, 1/x² വരും. പ്ലസ് നോക്കി അടുത്ത 5c3 എത്രയാ? 5c3 എത്രയാ? നമുക്കറിയാം 10 ആണ്. ഓക്കെ, 10 × x²/3² എത്രയാടാ? 9 ഇൻറ്റു 1/x³ അല്ലേ. 1/x³ എന്താ? 1/x³.
ഓക്കെ, അടുത്ത് നോക്കിയേ 5C4 എത്രടാ? നമുക്ക് എത്ര കിട്ടി? 5 കിട്ടിയിട്ടുണ്ട്. 5 ഇൻറ്റു x/3 ഇൻറ്റു 1/x⁴ വന്നു. x/3 ഇൻറ്റു 1/x⁴ വന്ന്. ഓക്കെ, ലാസ്റ്റ് നോക്കിയേ 5C5 1 അല്ലടാ, നമുക്കറിയാം 1 ഇൻറ്റു 1/x⁵ ആണ്, 1/x⁵ ആണ്. സെറ്റ് അല്ലേ? എല്ലാം കിട്ടിയില്ലേ? ഇനി നമുക്കൊന്ന് ഓർഡർ ആക്കി ചെയ്തെങ്കിലോ? നോക്കാം. നോക്കിയേ x⁴243 പ്ലസ് നോക്കിയേ 5 ഇൻറ്റു x⁴/81 ഇൻറ്റു 1/x. എടാ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ആ എക്സ് വെട്ടിപ്പോയി എനിക്ക് ഇവിടെ x/3 ആയില്ലേ, മാറില്ലേ? 3 മാറിയില്ലേ? x⁴ എന്നൊരു എക്സ് പോയി x³ ആയില്ലേ? നോക്കിയേ, അപ്പോൾ 5x³ ആയില്ലേ? 5x³ ആയില്ലേ? നോക്കിയേ, അടുത്ത് നോക്കിയേ പ്ലസ് നോക്കിയേ 10x³/27 ഇൻറ്റു 1/x². ഇവിടുന്ന് x² എന്നൊരു x² പോയി. നോക്കിയേ, ഇവിടുന്ന് ഒരു x³ എന്ന് ഒരു 2 പോയില്ലേ, ബാക്കി എന്ത് വരും? എക്സ് വരും അല്ലേ? എക്സ് വരും. അപ്പോൾ 10x/27 ആയില്ലേ? 27 ആയില്ലേ? ഓക്കെ, നോക്കിയേ, അത് നോക്കിയേ പ്ലസ് നോക്കിയേ 10 ഇൻറ്റു x²/9 ഇൻറ്റു 1/x³ അല്ലേ? അപ്പോൾ ഇവിടുത്തെ x² പോയി, x³ എന്ത് ചെയ്യും? മാറി എക്സ് ആയി മാറി അല്ലേ? എക്സ് ആയി മാറി. എന്ത് ചെയ്യും? ഒരു 10/9x ആയി മാറിയില്ലേ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ലാസ്റ്റ് നോക്കി 5 ഇൻറ്റു x/3 ഇൻറ്റു 1/x⁴ 1/x⁴. ഇവിടുന്ന് ഒരു എക്സ് പോയി, ഇവിടുന്ന് ഒരു x³ ആയി മാറി അല്ലേ? x³ ആയി മാറി നമുക്ക് 5/3x³ ആയി മാറി. 5/3x³ ആയി മാറി. ലാസ്റ്റ് നോക്കിയേ പ്ലസ് നോക്കിയേ 1/x⁵. ഇത്രയല്ലേ ഉള്ളൂ? സിമ്പിൾ അല്ലേ? എടാ ഇതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇപ്പോൾ A+B ആയാലും A-B ആയാലും A+B n A-B നമ്മൾ ഈസി ആയിട്ട് പഠിച്ചേ. ഇനി കാണാണ്ട് പഠിക്കരുത്. നിങ്ങൾ ഈസി ആയിട്ട് എഴുതി നോക്കുക. NC0 സ്റ്റാർട്ട് ചെയ്ത് NCN വരെ എഴുതാം. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് ഉനീസ് സാർ വരും. ഓക്കെ, അത് അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഹലോ, വീണ്ടും ഞാൻ തന്നെ വന്നു. സോ ഇനി ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചാപ്റ്ററാണ്. ഏതാണവൻ? ഇൻട്രൊഡക്ഷൻ ടു 3D ജിയോമെട്രി ആണ് ചാപ്റ്റർ നമ്പർ 11 കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്തൊക്കെയാണെന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മളുടെ തന്നെ വീഡിയോസിലൊക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒക്ടൻ്റ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഇതാണ് നമ്മളുടെ എന്ത് വരാം? ഒരു 3D ഇത് വരാം അല്ലേ? ഇപ്പോൾ ഇത് X ആയിട്ട് എടുക്കാം, ഇത് Y ആയിട്ട് എടുക്കാം, ഇതെന്തായിരിക്കും? Z ആയിട്ട് എടുക്കാം. അപ്പം മൊത്തം നമ്മൾ 2D എത്ര എണ്ണം വരും? 4 ക്വാഡ്രന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 3D വരുമ്പോൾ അത് എത്ര എണ്ണം വരും? 8 എണ്ണം വരും അല്ലേ? അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പഠിച്ചത്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ആണ്, ഇത് തേർഡ് ആണ്, ഇത് ഫോർത്ത് ആണ്. ഈ ക്വാഡ്രന്റിൻ്റെ കഥകൾ നമ്മൾക്കറിയാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇവിടെ X പോസിറ്റീവാണ്, ഇവിടെ X നെഗറ്റീവാണ്, ഇവിടെ Y പോസിറ്റീവാണ്, ഇവിടെ Y എന്താണ്? നെഗറ്റീവാണ്. ഇതാണ് നമ്മൾക്ക് അറിയാവുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കേണ്ടത് ഏതാ? എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോഴോ X നെഗറ്റീവാണ്, Y പോസിറ്റീവാണ്. ദെൻ അടുത്തതിലോ എക്സ് നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. അടുത്ത കേസിലോ ഈ കേസിൽ എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. ഈ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എല്ലാ ഒക്ടൻറ്റിലും ആരൊക്കെയാണ് ഇത് വരാമെന്നുള്ളതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എടുക്കാം കേട്ടോ. എക്സ് എടുക്കാം, വൈ എടുക്കാം, ഇസഡ് എടുക്കാം. നമുക്ക് എത്ര ഇതുണ്ട്? ഒക്ടൻ്റ് ആണ്, 8 എണ്ണം വരും അല്ലേ? സോ 8 എണ്ണമാണ് വന്നേക്കുന്നത്. ഞാനതൊന്ന് വരക്കാണ്. 1 മൊത്തം എത്രയായി? 8 എണ്ണം ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് 1, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, 7th and 8th. അപ്പോൾ ഈ ഒക്ടൻ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിടാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആദ്യമേ തന്നെ ഇവിടെ രണ്ടും പോസിറ്റീവ് അല്ലേ? അപ്പോൾ അതെ ഫസ്റ്റ് ഇതിൽ ഞാൻ എഴുതാം രണ്ടും പോസിറ്റീവ്. എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്. അടുത്ത സെക്കൻഡ് ഇതിലോ എക്സ് നെഗറ്റീവാണ്, വൈ എന്താണ്? പോസിറ്റീവാണ്. തേർഡിൽ വരുമ്പോഴോ എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. ഫോർത്തിലേക്ക് വരുമ്പോഴോ നമ്മൾക്ക് എക്സ് പോസിറ്റീവാണ്, വൈ എന്താണ്? നെഗറ്റീവാണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യുക? വലിയ പാടൊന്നുമല്ലത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓർഡർ എഴുതിയില്ലേ? ഫസ്റ്റ് മുകളിൽ നമ്മൾ നോക്കിയിടാം. ഈ ഒരു ഓർഡർ എഴുതിയില്ലേ? അത് തന്നെ റൈറ്റിലേക്ക് പിന്നെ എഴുതാം. അതായത് വരും പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. സെറ്റ് അല്ലേ? ഇനി അടുത്ത് താഴത്ത് നോക്കിയേ, ഇവിടുത്തെ ഈ ഓർഡർ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ വരും? പ്ലസ് പ്ലസ് മൈനസ് മൈനസ്. അപ്പോൾ താഴത്ത് എങ്ങനെ വരും? ഇത് സിമ്പിളാണ്. ഇതെന്ത് ചെയ്യാന്ന് അറിയോ? 4 എണ്ണം പ്ലസ് കൊടുക്കുക,
ഇവിടെ എന്ത് വരും 4 എണ്ണം മൈനസ് കൊടുക്കുക. ഒറ്റയടിക്ക് ആൻസർ ആയില്ലേ? അപ്പോൾ ഇനി ഏത് പോസിറ്റീവ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റൂലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. 1 -2 2 3 ഇത് ഏത് ഒക്ടൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്, ഇസഡ് പോസിറ്റീവാണ്. അതായത് പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് പ്ലസ് മൈനസ് പ്ലസ് വരിക? അതേ കിടക്കണ് പ്ലസ് മൈനസ് പ്ലസ്. അത് ഏത് കോട്ട്? അപ്പോൾ ഏത് ഇതായിരിക്കും? ഒക്ടൻ്റ് ആയിരിക്കും. അത് 4th ഒക്ടൻ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തത് പിടിച്ചോ. അടുത്തത് 3 2 -1. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? പ്ലസ് പ്ലസ് മൈനസ് അങ്ങനെയല്ലേ കിടക്കുക. അപ്പോൾ നമ്മൾ നോക്കിയിടാം പ്ലസ് പ്ലസ് മൈനസ് വന്നേക്കുന്നത് ഏതാ? അതേ ഇവിടെയാണ്. പ്ലസ് പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ ഏതാണ്? 5th ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് വിത്തിൻ ഒരു സെക്കൻഡ്സിൽ വരച്ച് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റൂലേ? സോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കുന്നതും ഇത് തന്നെയാണ്. സോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണത് അല്ലേ? നെയിം ദ ഒക്ടൻസ് ഇൻ വിച്ച് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഏതാ? 4 -2 -5 ആണ് അല്ലേ? അപ്പോൾ നോക്കിയടാ പ്ലസ് മൈനസ് മൈനസ് ആ ഓർഡറാണ്. അപ്പോൾ അതെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലസ് മൈനസ് മൈനസ് വരണത് ഏതാ? അതേ കിടക്കുന്നത് പ്ലസ് മൈനസ് മൈനസ് കിടക്കുന്നത് ഏതാ? 8th 8th ഒക്ടൻ്റിലാണ്. അപ്പോൾ നമുക്ക് എഴുതാലോ ഏതായിരിക്കും? 8th ഒക്ടൻ്റ് ആണ്. ദെൻ അടുത്ത പോയിന്റ് ഏതാ? 4 2 -5 ഏതാണ്? 4 2 -5 ആണ്. അപ്പോൾ അത് എങ്ങനെ വരും? പ്ലസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പ്ലസ് പ്ലസ് നെഗറ്റീവ് അത് ഏതാണ്? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്ലസ് പ്ലസ് നെഗറ്റീവ് വരുന്നത് ഏതാ? നമ്മൾ ഓൾറെഡി ചെയ്താണല്ലേ. പ്ലസ് പ്ലസ് നെഗറ്റീവ് വരുന്നത് ഏതിലാണ്? 5th വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അത് ഏതായിരിക്കും? 5th ഒക്ടൻ്റ് ആണ്. ദെൻ ഒരാളും കൂടി ഉണ്ടല്ലോ, -4 2 -5. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്നത്? മൈനസ് പ്ലസ് മൈനസ് ഏതാണ്? മൈനസ് പ്ലസ് നെഗറ്റീവ് ആണ്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മൈനസ് പ്ലസ് നെഗറ്റീവ് ദേ കിടക്കുന്നത് ഏതിലാണ് കിടക്കുന്നത്? മൈനസ് പ്ലസ് നെഗറ്റീവ് 6th. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കാം. ആദ്യം നമ്മൾ 2 ഡയമെൻഷനലിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സും വൈ ഒക്കെ കണ്ടുപിടിക്കുക. ദെൻ അത് തന്നെ റിപ്പീറ്റ് അടിച്ച് എഴുതുക. താഴത്ത് വരുമ്പോൾ മാത്രം എന്താ? 4 പ്ലസ് 4 മൈനസ് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? സോ ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചു. ഇതാണ് നിങ്ങൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒരാൾ എന്തായാലും ചോദിക്കും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. എന്താ? ആദ്യം നമ്മൾ നോക്കേണ്ടത് എക്സ് ആക്സിസ് അല്ലേ? ഇതേ നമുക്കറിയാം. ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോടാ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഇത് വൈ, ഇത് ഇസഡ്. ക്ലിയർ? ഇത് എക്സ് ആക്സിസ് അല്ലേ? എക്സ് ആക്സിസിൽ നമുക്ക് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. ബാക്കി രണ്ടുപേരും എന്തായിരിക്കും? 0 0 ആയിപ്പോയി. വൈയും ഇസഡും 0 ആയിപ്പോയി. അപ്പോൾ എപ്പോഴും നമ്മൾ എഴുതണത് എക്സ് കോമ വൈ കോമ ഇസഡ് എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ ഇതിൽ എക്സ് ആക്സിസിൽ വൈയും ഇസഡും എന്തായി പോയി? 0 ആയിട്ട് പോയി. ദെൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കിട്ടി. അപ്പോൾ വൈ ആക്സിസിലോ വൈ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, എക്സും ഇസഡ് എന്താവും? 0 ആയിപ്പോയി. അതുകൊണ്ടാണ് 0, y, 0. ആ മെയിൻ സാധനം കണ്ടില്ലേ? അതിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത കേസോ ഇസഡ് ആക്സിസാ. ഇസഡ് ആക്സിസിൽ ആര് വരും? ഇസഡിന് മാത്രമേ വാല്യൂ വരുള്ളൂ, എക്സും വൈയും എന്തായി പൊക്കോളും? 0 ആയിട്ട് പോയി. സെറ്റ് അല്ലേ? ദെൻ അടുത്തത് എക്സ് വൈ പ്ലെയിനാണ്. അപ്പോൾ അതെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു വിചാരിച്ചോ. അപ്പോൾ ഈ പോയിന്റ് വരണത് ഏതിലാടാ? എക്സ് വൈ പ്ലെയിനിലാണ്. ഏതിലാണ്? എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ ഈ എക്സ് വൈ പ്ലെയിനിൽ എക്സിനും വൈക്കും വാല്യൂ ഉണ്ടാവും, ഇസഡിൻ്റെ വാല്യൂ എന്തായി പോവും? 0 ആയിട്ട് പോവും. ഐഡിയ കിട്ടിയോ? ദേ അടുത്തത് ഞാൻ ഇങ്ങോട്ട് വരക്കാണ്. ഇത് ഏത് പോയിന്റാ? വൈയും ഇസഡ് അല്ലേ? ഇത് വൈ ഇസഡ് പ്ലെയിനാണ്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ വാല്യൂ ഉണ്ടാവുള്ളൂ? വൈക്കും ഇസഡിന് വാല്യൂ ഉണ്ടാവും, പക്ഷെ അവിടെ എക്സ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 0, y, z. അതാണ് ദേ ഇത് എഴുതി വെച്ചേക്കുന്നത്. ക്ലിയർ? ഇനി ഞാൻ ഇവിടെ ഒരാളെയും കൂടി എടുക്കാം. ദേ ഇവിടെ ഞാൻ ഇങ്ങോട്ട് നീട്ടി വരച്ചു. അപ്പോൾ ഇത് ഏത് പ്ലെയിനാ? എക്സ് സെഡ് പ്ലെയിനാ. എക്സ് സെഡ് പ്ലെയിനിൽ ആരുണ്ടാവില്ല? വൈ 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഉണ്ടാവും, ഇസഡ് ഉണ്ടാവും, വൈ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദേ ഇതാണ് ആ കോൺസെപ്റ്റ്. സെറ്റ് അല്ലേ? അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാം. ദെൻ ഒറിജിൻ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 0 0 ആയിരിക്കും. ഇനി ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു ഇത് തന്നു, എന്നിട്ട് ഇവിടുത്തെ ഒരു പോയിന്റിനെ ഞാൻ പി ആയിട്ട് എടുക്കാം. പി ആയിട്ടുള്ള പോയിന്റ് ഞാനൊരു 3 2 4 ആണെന്ന് വിചാരിച്ചോ. എന്താണ്? 3 2 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പോയിന്റും നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഈ പോയിന്റ് കണ്ടുപിടിക്കുക? ഇത് ഇസഡ് ആക്സിസിലെ പോയിന്റാണ് അല്ലേ? ഇസഡ് ആക്സിസിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരാം? ഇസഡിന് മാത്രമേ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഇസഡ് വാല്യൂ ഏതാ? ഇവിടെ 3 2 4 നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കുക? എക്സ് വൈ ഇസഡ് എടുക്കുക. ഇനി നമുക്ക് ഈ വാല്യൂവിൽ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ഞാൻ തൽക്കാലം ഞാൻ പേര് തരാം. എ എടുക്കാം, ബി എടുക്കാം, സി എടുക്കാം. ഇവിടെ ഞാൻ ഡി, ഇ ആൻഡ് എഫ് ഞാനിങ്ങനെ എടുത്തു.
അപ്പോൾ എനിക്ക് എഫ് എന്ന് പറഞ്ഞാൽ ആരാ? ഇസഡ് ആക്സിസാ. അപ്പോൾ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇവിടെ 0 0 ഇസഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ ഇവിടെ എത്രയാ? 4 ആണ് അല്ലേ? ഞാൻ 4 ഇട്ട് കൊടുത്തു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരെയും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയ അപ്പോൾ ഏത് പോയിന്റ് വേണമെങ്കിലും, അപ്പോൾ ഇത് ഏത് പോയിന്റാ? അവിടെ നമുക്കറിയാം എക്സ് വൈ 0 അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാമല്ല 3 2 0 കിട്ടിയ. ദേ ഈ പോയിന്റ് എടുത്ത് നോക്കിയേ 0, y, z. അപ്പോൾ എന്ത് വരും? 0, 2, 4. അപ്പോൾ നമുക്ക് ഏതൊരു പോയിന്റ് വേണമെങ്കിലും ഈ ഒരു ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെച്ചോ, ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സെറ്റല്ലേ? സോ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ദേ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ ഓൾറെഡി 2 പോയിന്റ്സ് തന്നിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാ? √(x2 - x1) ² + y2 - y1 ഹോൾ സ്ക്വയർ ആണ്. ഇതിന്റെ കൂടെ ആരും കൂടി വരും? ഇതിന്റെ കൂടെ ഇസഡും കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യുക? ഇസഡിനെ കൂടി കണ്ടു വെച്ച് കൊടുക്കുക. z2 - z1 ഹോൾ സ്ക്വയർ അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയായി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇവിടെ 0, 5, 7. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. 0, 5, 7 ആണ്. 0, 5, 7 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 0, y, z ആണ്. അങ്ങനെയല്ലേ വരാം. അപ്പോൾ ഇത് ഇതായിരിക്കും. ഒറ്റയടിക്ക് മാത്രം ആലോചിച്ചാൽ മതി. വൈക്കും ഇസഡിനും മാത്രമാണ് വാല്യൂ അല്ലേ? വൈക്കും ഇസഡിനും മാത്രമാണ് വാല്യൂ. അപ്പോൾ അത് എന്ത് പ്ലെയിൻ ആയിരിക്കും? YZ പ്ലെയിൻ ആയിരിക്കും. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി തരാം. 3 0 7. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് ഉണ്ട്, ഇസഡിനും വാല്യൂ ഉണ്ട്, പക്ഷേ 0 വൈക്ക് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മുടെ ഈ പ്ലെയിൻ എന്തായിരിക്കും? XZ പ്ലെയിൻ. ഏതാണോ വാല്യൂ തന്നിരിക്കുന്നത് ആ പ്ലെയിൻ ആയിരിക്കും. ഐഡിയ കിട്ടിയ? ഇങ്ങനെയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? സോ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? സോ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും വരാം? ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് √(x2 - x1) ² y2 - y1 ഹോൾ സ്ക്വയർ z2 - z1 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല വരാം. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന പോയിന്റ് ആരൊക്കെയാ? 2 ഉണ്ട്, -3 -1 ആൻഡ് -4 -2 4 3. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എങ്ങനെ എടുക്കുക? x1 y1 z1. സെക്കൻഡ് പോയിന്റിനെയോ x2 y2 z2. ഇതാണ് നമ്മളുടെ പോയിന്റ്സ്. അതിന് എന്ത് ചെയ്യുക? നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. √(x2 - x1) എന്ന് പറഞ്ഞാൽ എന്ത് വരും? -2 -2 ഹോൾ സ്ക്വയർ y2 - y1 എന്ന് പറഞ്ഞാൽ ആരാ? y2 എന്ന് പറഞ്ഞാൽ 4 y1 എന്ന് പറഞ്ഞാൽ ആരാ? -3 ഹോൾ സ്ക്വയർ z2 - z1 എന്ന് പറഞ്ഞാൽ ആര് വരും? z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 -1 ഹോൾ സ്ക്വയർ. ഇതാണ് വരാം. സോ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? √(-2 - 2) എന്തായിരിക്കും? -2 - 2 -4 ഹോൾ സ്ക്വയർ 4 -3. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആയിട്ട് ആൻസർ എത്രയായിരിക്കും? 7 സ്ക്വയർ 3 -1 അതെന്തായി? 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ. സോ അപ്പോൾ ആൻസർ എന്ത് കിട്ടൂടാ? -4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 49 +4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 അല്ലേ? അപ്പോൾ എല്ലാവരെയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 32 അതുപോലെ 49 കൂടി ആഡ് ചെയ്യുമ്പോൾ √81. എത്രയാണ് √81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ. ഇവിടെ ഇതൊന്നുമില്ല. സോ 9 യൂണിറ്റ്സ്. ക്ലിയർ? അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത്ര ഉള്ളു പരിപാടി. ഡിസ്റ്റൻസ് ഫോർമുല നേരെ അപ്ലൈ ചെയ്യുക. തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് തന്നെ ചെയ്ത് പോവാടാ. സെറ്റ് അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. എന്നിട്ട് ഇതിലെ എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയയും കൂടി പഠിച്ച് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. സോ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഈ മോഡൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കുറേ കാര്യം പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുല ഏതാ? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എന്തായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട സാധനം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണോ എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ABC 3 പോയിന്റ്സ് ഇല്ലേ? നമ്മൾ ആരെയൊക്കെ കാണണമെന്ന് അറിയോ? AB കണ്ടുപിടിക്കുക, പിന്നെ ആരെ കണ്ടുപിടിക്കുക? BCനെ കണ്ടുപിടിക്കുക, പിന്നെ ആരെ കണ്ടുപിടിക്കുക? ACനെ ഞാൻ വെറുതെ ഒരു ട്രയാംഗിൾ വെറുതെ വരച്ചെന്ന് വിചാരിച്ചോ? ABC. അപ്പോൾ നമ്മൾ ആരെയൊക്കെ കണ്ടുപിടിക്കണോടാ? AB കാണാം, BC കാണാം, AC കാണാം.
ക്ലിയർ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവന്മാരുടെ സ്ക്വയർ ചെയ്യണം. കാരണം റൈറ്റ് ആംഗിൾ വരുമ്പോൾ എന്താ ചെയ്യുക? അവരുടെ സ്ക്വയർ നമ്മൾ കാണും. ക്ലിയർ അല്ലേ? അപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഏതെങ്കിലും രണ്ട് പേരുടെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആളുടെ സ്ക്വയർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവൻ റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തു പോവാ എ ബി. നമുക്ക് ആദ്യം എ ബി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവനെ ഞാൻ എ ആണ്, ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് എന്താണ് ഫോർമുല വരാ? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ്. അപ്പോൾ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? x2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആരെയായിട്ട് കൺസിഡർ ചെയ്യുക? ഇതാണ് നമ്മളുടെ x2 y2 ആൻഡ് z2. ഇത് ഏതായിരിക്കും മക്കളെ? നമ്മളിവിടെ വരിക x1 y1 z1. ഇതാണ് നമ്മൾ ആദ്യം നമ്മൾ ഒന്ന് പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ -1 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 7 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 10 ദ ഹോൾ സ്ക്വയർ. എത്ര വരും? -1 മൈനസ് 10. അപ്പോൾ എന്തായിരിക്കും? -1 0 എന്ന് പറഞ്ഞാൽ -1 തന്നെ അല്ലേ? -1 സ്ക്വയർ പ്ലസ് 6 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -1 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നത്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്ത് വരും? -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, അഗെയിൻ -4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ആൻസർ എത്ര കിട്ടും? √18 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എ ബി കിട്ടി. ഇനി അടുത്തത് ബി സി ആണ് അല്ലേ? അപ്പോൾ ബി സിയുടെ ബി ഞാനൊന്ന് എടുത്ത് എഴുതുന്നു. -1 6 6, അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ -4 9 6. ഇതാണ് നമുക്ക് വന്നേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവന്മാരെയും x1 ഉം x2 ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവൻ ഫസ്റ്റ് വൺ x1 y1 z1, ഇതിൽ x2 y2 z2. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയോ? 2 പോയിന്റ് അങ്ങ് എടുത്ത് എഴുതുക. എന്നിട്ട് ഒരാൾ x1 y1 z1 ആക്കുക, മറ്റേ ആൾ എന്തായിട്ട് എടുക്കുക? x2 y2 z2 ആക്കി എടുക്കുക. നേരെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തായിരിക്കും ഫോർമുല വരാ? √x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ എന്തായിരിക്കും വരാ? -4 മൈനസ് x1ൻ്റെ അവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ എന്ത് വരും? -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. y2 എന്ന് പറഞ്ഞാൽ 9 ആണ്, മൈനസ് y1 എന്ന് പറഞ്ഞാൽ 6 ദ ഹോൾ സ്ക്വയർ ആണ്, പ്ലസ് z2 മൈനസ് z1 എന്ത് വരും? 6 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടൂടാ? -4 മൈനസ് -1. അപ്പോൾ എന്ത് വരും? -4 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 6 മൈനസ് എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? -6, അതായത് -4 പ്ലസ് 1. അത് എത്രയാ? -4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് അഗെയിൻ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0. ഇതല്ലേ വരാ? അപ്പോൾ നമുക്ക് ആ ആൻസർ എന്ത് വരൂടാ? √9 പ്ലസ് 9 പ്ലസ് 0. ആൻസർ എത്ര കിട്ടും? √18 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി ഒരാളെയും കൂടി കണ്ടുപിടിക്കണമല്ലോ. എ ബി കണ്ടുപിടിക്കുക, ബി സി കണ്ടുപിടിക്കുക, ദെൻ ആരെ കണ്ടുപിടിക്കുക? എ സിയും കൂടി കണ്ടുപിടിക്കാം. സോ എയുടെ വാല്യൂ ഏതാണെന്നടാ? 0 7 ആൻഡ് 10. എ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? സി എന്ന് പറഞ്ഞാൽ -4, 9, 6. ഇതാണ് നമ്മളുടെ നമ്മുടെ സിയുടെ പോയിന്റ്. നമുക്ക് എ സി കണ്ടുപിടിക്കാമല്ലോ. എ സിയുടെ ഫോർമുല എന്തായിരിക്കും? √x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ. ആ സംഭവം തന്നെ പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് x1 y1 z1, ഇത് x2 y2 ആൻഡ് z2. അപ്പോൾ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -4 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 7 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 10 ദി ഹോൾ സ്ക്വയർ. ഇതാണ് വരാം അല്ലേ? അപ്പോൾ -4 മൈനസ് 0 എന്ന് പറഞ്ഞാൽ -4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 10 എന്ന് പറഞ്ഞാൽ -4 ദി ഹോൾ സ്ക്വയർ. ഇത്രയാണ് വരാം. സോ നമുക്ക് ആൻസർ എന്ത് വരും? -4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് -4 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ആൻസർ എത്ര കിട്ടും? √36. ഇത്രയാണ് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരുടെയും സ്ക്വയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ എ ബി സ്ക്വയർ എന്ത് വരും? √18ൻ്റെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 18 കിട്ടും. അടുത്തത് ബി സിയുടെ ഒന്ന് സ്ക്വയർ ചെയ്യാം. ബി സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി സി എത്രയാണ് നമുക്ക് കിട്ടിയത്? ബി സി നമുക്ക് കിട്ടിയത് √18 ആണ്. അപ്പോൾ ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 18 ആണ്. ദെൻ അടുത്തത് എ സി നമുക്ക് √36 ആ. അപ്പോൾ എ സി സ്ക്വയർ എന്തായിരിക്കും? √36നെ സ്ക്വയർ ചെയ്യുമ്പോൾ 36 കിട്ടും. അപ്പോൾ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയടാ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് എനിക്ക് എഴുതിക്കൂടെ? കാരണം എന്താ? എ ബി സ്ക്വയർ 18 ആണ്, ബി സി സ്ക്വയറും 18 ആണ്. ഇത് ആൻസർ എത്രയാ?
36. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ, റൈറ്റ് ആംഗിൾ ആണെങ്കിൽ എ ബി കാണാം, ബി സി കാണാം, എ സി കാണാം, അവരുടെ സ്ക്വയർ എടുക്കുക. ഏതെങ്കിലും രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അവർ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ വേർട്ടിസസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഫിനിഷ് ചെയ്യും, എ ബി സി ആർ ദി വേർട്ടിസസ് ഓഫ് ദി റൈറ്റ് ട്രയാംഗിൾ. എന്തായിരിക്കും, എ ബി സി ആർ ദി വേർട്ടിസസ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി ഫിനിഷ് ചെയ്യുക. സെറ്റ് അല്ലേ? ഇനി നമുക്കൊരു ഷോർട്ട് കട്ടും കൂടി പറഞ്ഞു തരാം എങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യണമെന്ന് കേട്ടോ. ഇപ്പം ഐസോസെലസ് ആണെങ്കിലോ, ഐസോസെലസ് ട്രയാംഗിൾ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ എ ബി കാണാം, ബി സി കാണാം, എ സി കാണാം. 3 പോയിന്റ്സ് ഉണ്ടാവും, എ ബി ബി സി എ സി കാണാം. ഏതെങ്കിലും രണ്ട് സൈഡ്, എനി 2 സൈഡ്സ് ആർ ഈക്വൽ, എനി 2 സൈഡ്സ് ആർ ഈക്വൽ, നമ്മൾക്ക് എന്ത് പറയാം, അവർ ഐസോസെലസ് ആണെന്ന് പറയാം. ഇതാണ് ഇതിലെ ഹൈലൈറ്റ് പോയിന്റ്. ക്ലിയർ? അപ്പോൾ ഐസോസെലസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഐഡിയ. സെറ്റ് അല്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചോദിക്കും, സ്ക്വയർ ചോദിക്കും. സ്ക്വയർ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എ ബി ബി സി, അതായത് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം, എ ബി സി ആൻഡ് ഡി. അപ്പോൾ എല്ലാ സൈഡും കാണാം, എ ബി കാണാം, ബി സി കാണാം, സി ഡി കാണാം, എ ഡി കാണാം, അല്ലെങ്കിൽ ഡി എ കാണാം. എല്ലാവരും ഓൾ സൈഡ്സ് ആർ ഈക്വൽ, നമ്മൾക്ക് എന്ത് പറയാം, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, അവൻ എന്താന്ന് പറയാം, സ്ക്വയർ ആണെന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പോകുന്നത് പാരലലോഗ്രാം ആണ്. എന്താണ് പാരലലോഗ്രാം? ദേ ഞാൻ എഴുതാണ് എ ബി സി ഡി. പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താ, ഒപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ ബിയും സി ഡിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ബി സിയും അതുപോലെ തന്നെ ഡി എയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, എല്ലാവരെയും കാണാം, എ ബിനെ കാണാം, സി ഡിനെ കാണാം, ബി സിനെ കാണാം, ഡി എനെ കാണാം, എല്ലാവരെയും കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒപ്പോസിറ്റ് സൈഡ്സ് സെയിം വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ അവന്മാർ എന്തായിരിക്കും, പാരലലോഗ്രാം ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ അതും കൂടി ചോദിക്കാം. പാരലലോഗ്രാം ആണ് ബട്ട് നോട്ട് എ റെക്റ്റാങ്കിൾ. എന്താണ് ബട്ട് നോട്ട് എ റെക്റ്റാങ്കിൾ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എ സിയും ബി ഡിയും കാണണം. എന്ത് ചെയ്താൽ മതി, എ സിനെയും കണ്ടുപിടിക്കണം, ബി ഡിനെയും കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? പാരലലോഗ്രാമിൽ ഒരിക്കലും ഡയഗണൽസ് ഈക്വൽ ആവൂല. ഇപ്പോൾ എ സി നോട്ട് ഈക്വൽ ടു ബി ഡി എന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം എന്ത് പറയാം, ഇവൻ പാരലലോഗ്രാം ആണ് പക്ഷേ നോട്ട് എ റെക്റ്റാങ്കിൾ എന്ന് പറയേണ്ടി വരും. എന്തായിരിക്കും കാരണം, എന്താ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഡയഗണൽ ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും, എ സി ഈക്വൽ ടു ബി ഡി ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ജസ്റ്റ് പാരലലോഗ്രാം ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അല്ല നോട്ട് എ റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയഗണലും കൂടി കണ്ടുപിടിക്കുക, അവർ ഈക്വൽ ആവില്ല. പാരലോഗ്രാം ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവന്മാർ ഈക്വൽ ആവില്ല കേട്ടോ. അപ്പം അത്രയും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. അപ്പോൾ ഈ ചാപ്റ്റർ സെറ്റ് അല്ലേ, ക്വാഡ്രൻസ് പഠിക്കുക, ഒക്ടൻസ് പഠിക്കുക, അതോടൊപ്പം തന്നെ എന്ത് പഠിക്കുക, ഓരോ കാര്യങ്ങളും എവിടേക്കാണ് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിക്കുക. ഓരോ ആക്സിസിൽ, എക്സ് ആക്സിസിൽ, അതുപോലെ തന്നെ വൈ ആക്സിസിൽ, ഇസഡ് ആക്സിസിൽ, പ്ലെയിനുകളിൽ അല്ലേ, ഓരോ പോയിന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള ക്വസ്റ്റിന് നമ്മൾ പറഞ്ഞു. റൈറ്റ് ആംഗിളിൻ്റെ ക്വസ്റ്റിന് നമ്മൾ പറഞ്ഞു. ബാക്കിയെല്ലാം എങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചാൽ തന്നെ ഇതിൽ നിന്നുള്ള മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. റെഡി അല്ലേ? അടിപൊളിയായിട്ട് പഠിക്കൂലേ? അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എഴുതാം. ഓൾ ദ ബെസ്റ്റ് മക്കളെ.